بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അവൻ്റെ ദീനിൻ്റെ വിധിവിലക്കുകൾ യഥാവിധി പാലിച്ച് അത് മാനിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് പരിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള 4 ജാഹിലിയത്തുകളെ സംബന്ധിച്ചുള്ള വിവരണങ്ങളാണ്. 4 ജാഹിലിയത്തുകളെ പറ്റിയാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ശരിക്കും പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ജാഹിലിയത്ത് എന്നുള്ളത് നമ്മുടെ ഈ ക്ലാസ് തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു. കാരണം അത് പഠിക്കാതെ പോയതിൻ്റെ ഒരു ദുരന്തം ഇന്ന് മുസ്ലിം ഉമ്മത്തിന് വേണ്ടതുപോലെയുണ്ട്. എന്താണ് ജാഹിലിയത്ത് എന്ന് അറിയാതെ പോയി. സാധാരണ നിങ്ങൾ കേട്ട് പരിചയമുള്ള ഒരു വാക്കുണ്ട്, ഇസ്ലാമിന്റെ ഓരോ ഇഴകളും അഴിഞ്ഞു വീണുകൊണ്ടിരിക്കും. എപ്പോൾ? ഇദാ നശഅ ഫിൽ ഇസ്ലാമി മല്ലാ യഅരിഫുൽ ജാഹിലിയ്യ, ജാഹിലിയത്തിനെ പറ്റി അറിയാത്ത ആളുകൾ ഇസ്ലാമിൽ ജീവിച്ചിരുന്നാൽ. ജാഹിലിയത്തിനെ പറ്റി അറിയാത്ത ആളുകളാണ് മുസ്ലിങ്ങളെങ്കിൽ ഇസ്ലാമിന്റെ ഇഴകൾ അഴിഞ്ഞു വീണുകൊണ്ടേയിരിക്കും. എത്രമാത്രം ജാഹിലിയത്ത് നമ്മുടെ ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടെന്നുള്ളത് പരിശോധിച്ചാൽ മതി. അത് ആരംഭിച്ചത് AD 410 കാലഘട്ടത്തിൽ അംർ ഇബ്നു ലുഹൈയിൽ നിന്നാണ് ജാഹിലിയത്ത് ആരംഭിച്ചത്. ജാഹിലിയത്തിന്റെ ഒന്നാമത്തെ മസ്അല എന്താണ്? അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന, നേർച്ച, പ്രാർത്ഥന, സുജൂദ്, വഴിപാടുകൾ നടത്തുക. ഇതാണ് ജാഹിലിയത്തിന്റെ ഒന്നാമത്തെ തുടക്കം. ആദ്യമായിട്ട് ജാഹിലിയത്തിന്റെ തുടക്കം എന്ന നിലയിൽ അവർ അള്ളാഹുവിന്റെ സിഫത്തുകളെ നിഷേധിച്ചുകൊണ്ടാണ്, അർ-റഹ്മാൻ എന്ന വിശേഷണത്തെ നിഷേധിച്ചു. എന്നിട്ടാണ് ജാഹിലിയത്ത് ആരംഭിച്ചത്. ആ ആരംഭിച്ച ഒന്നാമത്തെ ശിർക്ക് എന്ന ജാഹിലിയത്തിൽ നിന്ന് പിന്നീട് 178ഓളം ജാഹിലിയത്തുകൾ ഈ ലോകത്തുണ്ടായി. ഇന്ന് മുസ്ലിം സമുദായം സത്യത്തില് ഈ 178നെ പറ്റിയും വേണ്ടതുപോലെ ബോധവാന്മാരല്ല. അത് മടങ്ങി വരില്ല എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മടങ്ങി വരുമെന്നാ പറഞ്ഞത്. മടങ്ങി വരുമെന്ന് പറഞ്ഞതിന് സൂചന പറഞ്ഞത് എന്താ? ലാ തഖൂമു സ്സാഅത്തു ഹത്താ തുഅബദുൽ ലാത്തു വൽ ഉസ്സ, ലാത്തയും ഉസ്സയും ആരാധിക്കപ്പെടുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കൂല. അപ്പൊ ലാത്തയും ഉസ്സയെയും ആരാധിച്ചുകൊണ്ടാണ് ജാഹിലിയത്ത് ആരംഭിച്ചത്. അപ്പൊ ജാഹിലിയത്തിന്റെ ആരംഭത്തിൽ എന്താണോ ഉണ്ടായത് അത് തന്നെ ലോകം അവസാനിക്കുന്നതിന് മുമ്പായി മടങ്ങി വരുമെന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് നമ്മള് പഠിച്ചു പോകുമ്പോൾ ഏറ്റവും വ്യക്തമായി പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ജാഹിലിയ്യ മതം അല്ലെങ്കിൽ ജാഹിലിയത്ത് എന്താണെന്നുള്ളത്. ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ, കേരളത്തിൽ പ്രത്യേകിച്ച്, പല സംഘടനകളും അവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ജാഹിലിയ്യ മതം തന്നെയാണ്. അവര് ഉയർത്തിപ്പിടിക്കുന്ന ആദർശം ജാഹിലിയ്യാക്കൾ ഉയർത്തിപ്പിടിച്ച ആദർശം തന്നെയാണ്. അവരന്ന് പറഞ്ഞിരുന്ന എന്തെല്ലാം വാദങ്ങളുണ്ടോ ആ വാദങ്ങൾ ഇന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോ ഖബറിനെ ആരാധിക്കുന്ന ആളുകൾ മുസ്ലിം സമൂഹത്തിലുണ്ട്, അല്ലേ? അന്ന് ആ കാലഘട്ടത്തിലും ഖബറിനെ ആരാധിച്ചിരുന്ന ആളുകളുണ്ട്. ഖബറല്ല എന്ന് മാത്രം, ഖബറിൽ മറവ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് പ്രതിമകൾ ഉണ്ടാക്കി ആ പ്രതിമകളെയാണ് ആരാധിച്ചത്. ഇന്ന് ഖബറുകളെ ആരാധിക്കുന്നു. അന്ന് അവർ പറഞ്ഞ ന്യായം എന്താ? അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത്.
ഹഉലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, അള്ളാന്റെ അടുക്കല് ഞങ്ങൾക്ക് ശുപാർശകന്മാരാണ് ഇവര്. ഇന്നാ മാ വജദ്ന അലൈഹി ആബാഅന, ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ പിൻപറ്റിയ മാർഗം ഞങ്ങളും പിൻപറ്റുന്നു. ഈ 3 കാരണങ്ങളാണ് അന്നത്തെ ആളുകൾ പറഞ്ഞത്. ഇന്ന് ജാറത്തിങ്കിൽ പോകുന്ന ആൾക്കാർ പറയുന്നതോ ഈ 3 കാരണങ്ങളല്ലേ. ഖബറിൽ കിടക്കുന്ന ആളെ എന്തിന് നിങ്ങൾ ആ ജാറത്തങ്ങൾ പോയി അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന അടുപ്പക്കാരാണ്. നാളെ പരലോകത്ത് അവർ ശുപാർശകന്മാരാണ്. ഞങ്ങളുടെ ഉസ്താദന്മാരും ഞങ്ങളുടെ കാരണവന്മാരൊക്കെ അവിടെ പോയിട്ടുണ്ട്, ഞങ്ങളും പോകുന്നു. കണ്ടില്ലേ? അപ്പൊ ജാഹിലിയ്യത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും കൊടിയ പാപമായ ശിർക്ക്, അത് ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ സംഘടനകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഖുർആനിൽ പരാമർശിച്ച ആ 4 പ്രയോഗങ്ങളെ പറ്റി കൃത്യമായ അവബോധം വേണം നമുക്ക്. അതിൽ ഒന്നാമത് പറഞ്ഞത് തുമ്മ അൻസല അലൈക്കും മിൻ ബഅദിൽ ഗമ്മി അമനതൻ നുആസ യഗ്ഷാ ത്വായിഫതൻ മിൻകും വത്വായിഫതൻ ഖദ് അഹമ്മതുഹും അൻഫുസുഹും യദുല്ലൂന ബില്ലാഹി ഗൈറൽ ഹഖ് ളന്നൽ ജാഹിലിയ്യ. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം ആല ഇംറാനിന്റെ 154-ാം വചനമാണത്. ഒന്നാമത്തെ ജാഹിലിയത്തിനെ പറ്റി പറഞ്ഞ ളന്നുൽ ജാഹിലിയത്ത് എന്ന. ളന്ന് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തെറ്റിദ്ധാരണ എന്നാണ്. ളന്ന് എന്ന് പറഞ്ഞാല് തെറ്റിദ്ധാരണ, തെറ്റായ ധാരണ. അള്ളാഹുവിനെ പറ്റി അവർക്ക് അന്നത്തെ കാലത്തിലെ ആളുകൾക്ക് തെറ്റായ ധാരണ ഉണ്ടായിരുന്നു. എന്താ തെറ്റായ ധാരണ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയില്ല. അള്ളാഹുവിലേക്ക് അടുത്ത അടുപ്പക്കാര് മുഖേനയെ അള്ളാഹു നമ്മളിലേക്ക് ഇടപെടുകയുള്ളൂ. അത് അള്ളാഹിനെ പറ്റിയുള്ള തെറ്റായ ധാരണയാണ് അവർക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയും അത് അള്ളാഹ് നിനക്ക് തന്നാന്ന് പറയും. അങ്ങനെ പറയാറില്ലേ? അള്ളാഹ് തന്നതാണ്. അള്ളാഹ് എന്തൊരു പ്രതികാരദാഹി എന്ന നിലയിലാണ് സമൂഹത്തിന്റെ ഇടയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകത്ത് മനുഷ്യവംശത്തിന് ആവശ്യമായ നന്മകളെ മുഴുവനും അല്ലാഹു തആല ഈ യൂണിവേഴ്സിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട്. എല്ലാ നന്മകളും, മനുഷ്യന് ആവശ്യമായ എല്ലാ നന്മകളും ഇട്ടുകൊടുത്തിട്ടുണ്ട്. ആ നന്മകൾ ഓരോരുത്തരും അവരുടേതായ രീതിയിൽ അത് ചോദിച്ചു വാങ്ങിക്കുന്നു. അത് അവര് അത് കൈവശപ്പെടുത്തുന്നു. അതിവിടെ അള്ളാനെ ആരാധിക്കുന്ന ആള് ചോദിച്ചാലും കൊടുക്കും, ആരാധിക്കാത്ത ആള് ചോദിച്ചാലും കൊടുക്കും. കാരണം അള്ളാഹുവിന് ഏത് വിശേഷണമുണ്ട്? അർ-റഹ്മാൻ എന്നൊരു വിശേഷണമുണ്ട്. അർ-റഹ്മാൻ എന്ന വിശേഷണത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്ത് അള്ളാഹുവിന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ. അതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ. അപ്പൊ ഈ ലോകത്തുള്ള മനുഷ്യവംശത്തിൽ അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കുന്നവനാണോ അല്ലയോ എന്നുള്ളത് ഇവിടെ നോക്കൂല. അവന്റെ ആവശ്യം അവൻ പറഞ്ഞാൽ, അവൻ പറയുന്നത് യൂണിവേഴ്സലിനോടാണ്. എന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിക്കുന്ന ഒരു ശക്തിയോട്, അല്ലേ? അത് ബിംബങ്ങളാകാം, യേശുക്രിസ്തു ആകാം, ബുദ്ധനാകാം. ഇനി മതങ്ങളൊന്നും ഇല്ലാത്തവൻ, അവൻ പ്രകൃതിയോട് പറയാം. എന്ത് പറഞ്ഞാലും അള്ളാഹു ഈ പ്രപഞ്ചത്തിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നതാണ്. അത് അവന് ആവശ്യമായ തോതിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പല ആളുകളും ചിലപ്പോ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ പോയിട്ട് പ്രാർത്ഥിച്ചാല് അവർക്ക് കുട്ടികളുണ്ടാകും. അത് യൂണിവേഴ്സിന് അള്ളാഹു കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ്, അതുണ്ടാകും. അത് ഇവര് പ്രാർത്ഥിക്കുന്ന ഗുരുവായൂരപ്പന്റെ മഹത്വം അല്ല, മറിച്ച് ഈ പ്രകൃതിക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ് കൊടുക്കണം എന്നുള്ളത്. അപ്പൊ ശക്തമായിട്ട് ഞാൻ ചോദിച്ചാലും നിങ്ങൾ ചോദിച്ചാലും, മതമുള്ളവൻ ചോദിച്ചാലും മതമില്ലാത്തവൻ ചോദിച്ചാലും, അവന്റെ ചോദ്യത്തിന്റെ ആഴം നോക്കിയിട്ട് യൂണിവേഴ്സ് അവന് അത് കൊടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഒരു നേട്ടം കിട്ടി എന്നുള്ളത് അള്ളാഹു അയാൾക്ക് കൊടുത്ത നന്മയായോ തിന്മയായോ, കോട്ടം കിട്ടിയപ്പോൾ തിന്മയായോ ആരും വിലയിരുത്തണ്ട. അത് ഈ ഭൂമിയിലെ ഒരു പ്രത്യേകതയാണത്. അത് അള്ളാഹു എല്ലാവർക്കും കൊടുക്കുമെന്നുള്ളത്.
ഞാൻ നിസ്കരിക്കുന്നവനാണ്, ഞാൻ ജമാഅത്തിൽ പങ്കെടുക്കുന്നവനാണ്, ഞാൻ കൃത്യമായി ഇബാദത്തുകൾ നിർവഹിക്കുന്ന സത്യസന്ധനായ ആളാണ് എങ്കിൽ എന്നോട് എന്തിനാണ് ഇത്? അത് ചോദിക്കാൻ അറിയില്ല. ഞാൻ ചെയ്യുന്ന അമലുകൾക്കെല്ലാം കൂലി ഇവിടെയല്ല, അത് റഹീം എന്ന വിശേഷണത്തിന്റെ പരിധിയില്ല, അത് അവിടെയാണ് തരുന്നത്. ഇവിടെ പ്രതീക്ഷിക്കണ്ട. ഇവിടെ കോമൺ എല്ലാവർക്കും കൊടുക്കുന്ന വിഹിതത്തിൽ ഒരു വിഹിതം നമുക്ക് കിട്ടും. പിന്നെ അള്ളാഹ്ക്ക് ഇബാദത്തെടുത്ത് തഖ്വ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഈ വിഹിതത്തിന്റെ പുറമെ കൊടുക്കുന്ന ഒരു സാധനമുണ്ട്. അതെന്താ? ബറക്കത്ത്. അല്ലേ? നിങ്ങൾ വിശ്വസിക്കുകയും തഖ്വ ചെയ്യുകയും ചെയ്താൽ ആകാശത്തു നിന്ന് ബറക്കത്തിനെ ഇറക്കിത്തരും. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ വിഭവം അല്ല. നമുക്ക് ഇവിടെ അള്ളാഹു ചെയ്തു തന്നിരിക്കുന്ന ആ സൗകര്യങ്ങളിൽ ഒരു വിശാലത തരും. 10 രൂപയായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുക, എനിക്കും 10 രൂപയായിരിക്കും കിട്ടിയിട്ടുണ്ടാകുക. 10 രൂപ കൊണ്ട് നിങ്ങൾ മേടിക്കുന്ന അതേ കടയിൽ നിന്നാണ് ഞാനും സാധനങ്ങൾ മേടിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് 10 രൂപയ്ക്ക് പുറമെ വീണ്ടും പണം ആവശ്യമായിട്ട് വന്നു, എനിക്ക് 10 രൂപയ്ക്ക് പുറമെ വീണ്ടും പണം ആവശ്യമാകാതെ വന്നു. അപ്പോൾ അള്ളാഹു എൻ്റെ 10 രൂപയിൽ ബറക്കത്ത് ചെയ്തിരിക്കുന്നു. അത് അള്ളാഹുവിൽ നിന്ന് അൽ ബറക്കത്തു മിനല്ലാഹ്, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അത് അള്ളാഹു പ്രത്യേകം പരിഗണിക്കുന്ന ഒരു കാര്യമാണ്, പരിഗണിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ അറിയേണ്ടത്, അള്ളാഹു എന്നോട് എനിക്കെന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ അത് അള്ളാഹു എന്നോട് ദ്രോഹം ചെയ്തു, അതല്ലെങ്കിൽ അള്ളാഹ് എന്നെ ശിക്ഷിച്ചു എന്നല്ല. അങ്ങനെ ഒരു ചിന്താഗതി ആർക്കുണ്ടായിരുന്നു? ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് ലന്നുൽ ജാഹിലിയത്താണ്. അള്ളാഹുവിനെ പറ്റി അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. അള്ളാഹുവിനെ പറ്റി എപ്പോഴും നമ്മൾ നല്ലത് മാത്രമേ ചിന്തിക്കാവൂ. കാരണം ഈ ലോകത്ത് എനിക്ക് അള്ളാഹു എന്തു തന്നാലും അത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ഒരു 14 വർഷം മുമ്പ് ഞാനൊരു ബിസിനസ് ചെയ്തു. 14 വർഷം മുമ്പ് ചെയ്ത ബിസിനസ് നല്ല ഹൈ ലെവലിൽ വന്ന ബിസിനസ്സാണ്. കോടികളുടെ ഇടപാടുകളാണ് നടന്നുകൊണ്ടിരുന്നത്. അത്രയും വലിയൊരു ബിസിനസ് ചെയ്തു. ഒരു രാത്രി നേരം വെളുത്തപ്പോഴേക്കും ആ ബിസിനസ് മൊത്തം പൊട്ടി തകർന്നു പോയി. കണ്ടവരും കേട്ടവരും മുഴുവനും പറഞ്ഞ എന്താണ്? മഹാകഷ്ടായിപ്പോയി. എനിക്കും തോന്നി ഇത് മഹാകഷ്ടായിപ്പോയി. ഇതെല്ലാം തകർന്നില്ലേ, എല്ലാം തകർന്നു തരിപ്പണമായി, വട്ടപൂജ്യത്തിലേക്ക് എത്തി. ഇരുന്ന വീടും വാഹനങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു. ഒരു വാടക വീട്ടിലേക്ക് മാറേണ്ട അവസ്ഥ ഉണ്ടായി. 14 കൊല്ലം മുമ്പ്. അന്ന് അത് സംഭവിച്ചത് എനിക്ക് നന്മയ്ക്കായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകാൻ തുടങ്ങിയത്. കാരണം അന്ന് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്ത് രംഗത്ത് ഞാൻ ഇന്ന് സജീവമാകൂലായിരുന്നു. ഞാൻ വലിയ ബിസിനസ്മാനായിട്ട് പോകും, കച്ചവടക്കാരനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അള്ളാഹു എന്നിൽ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ നാവിനൊരു മൂർച്ച, എൻ്റെ വാക്കുകൾക്കൊരു മൂർച്ച, ഒരു വാചാലത. അത് റബ്ബ് തന്ന ഒരു വലിയ നിഅമത്താണ്. അത് അവന്റെ ദീനിനെ സമൂഹത്തിന്റെ ഇടയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ തന്നിരിക്കുന്ന നിഅമത്താണ്. അപ്പൊ അത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ എന്ത് പാടില്ല? ഈ സംഭവം പാടില്ല. എനിക്ക് അതുണ്ടായിരുന്നെങ്കിലോ ഞാൻ ഇതിലേക്ക് വരില്ല. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നുണ്ടത്. കാരണം ഇന്ന് ഞാൻ അനുഭവിക്കുന്ന മാനസിക സുഖവും സമാധാനവും സന്തോഷവും 14 കൊല്ലം മുമ്പ് ഞാൻ അനുഭവിച്ചിട്ടില്ല. ഇതൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഫിനാൻഷ്യലി എല്ലാ സൗകര്യങ്ങളും ഉണ്ടായ സമയത്ത് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന മാനസിക സുഖം ഞാൻ അന്ന് അനുഭവിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ പറ്റി ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചില തിക്താനുഭവങ്ങൾ, ചില പ്രയാസങ്ങൾ കുറച്ച് കഴിയുമ്പോ അത് നന്നായി തോന്നും. അത് നന്നായി. പല വിഷയങ്ങളാണെങ്കിലും ഞാനിതിങ്ങനെ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു അടുത്ത ബന്ധു എന്നോട് ചോദിച്ച്, നിന്റെ ഉമ്മ മരണപ്പെട്ടത് നിനക്ക് അപ്പോൾ നന്മയായി തോന്നുന്നുണ്ടോ?
അതെ, എനിക്ക് നന്മയായി തോന്നുന്നുണ്ട്. കാരണം അതോടുകൂടിയാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ദഅവത്ത് രംഗത്തേക്കുള്ള ടേണിംഗ് പോയിന്റ് തിരിയുന്നത്. അവിടെ മുതലാണ് ഞാൻ ദീനിന്റെ ആഴത്തിലേക്കുള്ള പഠനത്തിലേക്ക് പോകുന്നത്. ഒരുപാട് കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റി. എനിക്ക് എൻ്റെ ഉമ്മക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഹൈറായ കാര്യം എന്താ? മഗ്ഫിറത്ത് കൊടുക്കുക എന്ന് പ്രാർത്ഥിക്കാം. ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദഅവത്തിന്റെ എല്ലാം ഒരു വിഹിതം അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ നമുക്ക് എന്ത് തന്നെ തിന്മകളെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ആ തിന്മകളെല്ലാം നമുക്ക് നന്മയാണ്. അത് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ അള്ളാഹുവിനെ പറ്റി നമുക്കൊരു പ്രയാസമുണ്ടാകുമ്പോൾ ആ പ്രയാസം റബ്ബ് എനിക്ക് തന്ന ശിക്ഷയാണെന്നും അല്ലെങ്കിൽ അയാൾക്ക് അള്ളാഹ് കൊടുത്ത ശിക്ഷയാണെന്നും അത് അയാൾക്ക് കിട്ടേണ്ടതാണ് എന്നും അത് കാലം കൊടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അള്ളാഹിനെ പറ്റി തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. അത് ളന്നുൽ ജാഹിലിയത്താണ്. അള്ളാഹിനെ പറ്റിയുള്ള തെറ്റായ ധാരണയാണ്. അത് പ്രചരിപ്പിക്കാൻ പാടില്ല. ഇവിടെ എന്താ സംഭവം ഉണ്ടായത്? വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ് പിന്നീട് ആ ദുഃഖത്തിന് ശേഷം അള്ളാഹു നിങ്ങൾക്കൊരു നിർഭയത്വം അഥവാ ഒരു മയക്കം തന്നു. അമനത്തൻ നുആസ് എന്ന് പറഞ്ഞാൽ ഒരു നിർഭയത്വത്തിന്റെ മയക്കം. അതായത് ഞാൻ പറഞ്ഞാല് നമ്മള് എന്തെങ്കിലും തിരക്ക് പിടിച്ച ഒരു ഇതിനിടയിൽ നല്ല ക്ഷീണമൊക്കെ ഉണ്ടാകും. ടെൻഷനും ക്ഷീണമൊക്കെ ഒരുമിച്ച് ചേരുന്ന സമയത്ത് ആ പള്ളിയിലെ എവിടെയെങ്കിലും ഒന്ന് ചാരി ഇരുന്നിട്ട് കണ്ണങ്ങൾ ചിമ്മും. ആ കണ്ണങ്ങട് ചിമ്മി പിന്നെ അങ്ങോട്ട് തുറന്നു കഴിയുമ്പോൾ നമ്മളൊന്ന് ആക്റ്റീവ് ആവും അല്ലേ. എല്ലാ ഉറക്കം അല്ലാട്ടാ, ഒന്ന് കണ്ണ് ചിമ്മി തുറക്കുക. ചെറിയൊരു ഉറക്കം, ഒരു തൂക്കം ഉറക്കം. ഈ തൂങ്ങി ഉറക്കം അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് കൊടുത്തു. എപ്പോഴാ കൊടുത്തെന്നറിയാമോ? ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത്. ഉഹദ് യുദ്ധത്തില് എന്താ സംഭവിച്ചത്? ശത്രുക്കൾ ആ ജബലുർ റുബാത്ത് ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ആളുകളെ അമ്പെയ്ത് വീഴ്ത്തി. 70ഓളം സഹാബികൾ ഷഹീദായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപല്ല് പൊട്ടി. താടിയെല്ലിന്റെ ഇവിടെ ഒരു പടയങ്കിടെ ആണി തറച്ചു കയറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാരകമായ പരിക്ക് പറ്റി. അല്ലാണ്ട് റസൂൽ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. സഹാബികളെല്ലാം ചുറ്റും പ്രവാചകന് സുരക്ഷാ കവചം ഒരുക്കി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നു. ഈ സംഭവത്തിന് ശേഷം പിന്നെ മുസ്ലിമീങ്ങൾ തിരിച്ചടിച്ചു. ആ തിരിച്ചടിക്ക് മുമ്പായിക്കൊണ്ട് അവർക്കൊരു ഉറക്കം കൊടുത്തു അല്ലാഹു തആല. അവരിരുന്ന സ്ഥലത്ത് വാഹനത്തിൽ ഇരുന്നിട്ട് അവരൊന്ന് ഉറങ്ങി. ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞപ്പോൾ മുസ്ലിമീങ്ങൾ ആക്റ്റീവായി. അവർ തിരിച്ചടിച്ചു. ആ യുദ്ധത്തിൽ പിന്നെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടുകയും ചെയ്തു. അവിടെ മുസ്ലിമീങ്ങളിൽപ്പെട്ട ചില ആളുകൾ, അതായത് ഈ ഉറക്കം നല്ലതായിരുന്നു എന്ന് തോന്നിയത് ആഴത്തിൽ വിശ്വാസമുള്ള ആളുകൾക്കാണ്. എന്നാൽ കപട വിശ്വാസികൾ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ് യഖൂലൂന ഹല്ലനാ മിനൽ അംരി മിൻ ഷൈഇൻ, നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? കാരണം ഒരു വിഷയത്തിൽ നമുക്ക് ഒരു നന്മയുമില്ല. കാരണം അള്ളാഹു നമ്മളെ സഹായിക്കേണ്ട ഒരു ഘട്ടമാണ് യുദ്ധത്തിന്റെ മുഖം. ഇവിടെ അള്ളാഹു നമ്മളെ സഹായിച്ചില്ല. 70ഓളം ആളുകൾ ഷഹീദായി. ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചു. റസൂലിന് പോലും പരിക്കേറ്റു. അത് അള്ളാഹു നമ്മളെ പരിഗണിച്ചിട്ടില്ല, നമുക്കൊന്നും തന്നിട്ടില്ല, അതല്ലേ അതിന്റെ അർത്ഥം എന്ന് ചില ആളുകൾ അള്ളാഹിനെ പറ്റി തെറ്റിദ്ധാരണ പ്രചരിപ്പിച്ചു. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഖുൽ ഇന്നൽ അംറ കുല്ലഹു ലില്ലാഹ്, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ കയ്യിലാണ്. നന്മയാണോ തിന്മയാണോ എന്ന് തീരുമാനിക്കുന്നവൻ അള്ളാഹുവാണ്. അപ്പൊ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു, ലൗകാന ലനാ മിനൽ അംരി ഷൈഉൻ, കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് നേട്ടമുണ്ടായിരുന്നുവെങ്കിൽ മാ ഖുതിൽനാ ഹാഉന, നമ്മളിവിടെ ഇത്ര ആൾക്കാർ മരിക്കൂലായിരുന്നല്ലോ. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഖുൽ ലൗ കുന്തും ഫീ ബുയൂത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ ഉള്ളിലാണെങ്കിൽ പോലും, നിങ്ങൾ കെട്ടിയുണ്ടാക്കിയ കോട്ടയുടെ ഉള്ളിൽ സുരക്ഷിതമായിരിക്കുകയാണെങ്കിൽ പോലും, മരണം നടക്കേണ്ട സമയത്ത് അവിടെ വെച്ച് നിങ്ങൾ മരിച്ചിരിക്കും. നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, മൂപ്പര് അങ്ങോട്ട് പോയതുകൊണ്ടാണ് മൂപ്പര് മരിച്ചത്, അല്ലെങ്കിൽ മൂപ്പര് മരിക്കില്ലായിരുന്നു, മൂപ്പര് ആ വണ്ടിയിൽ കയറണ്ടായിരുന്നു, അതുകൊണ്ടാണ് മൂപ്പര് പെട്ടുപോയത്. അങ്ങനെയൊക്കെ പറയാറുണ്ട്. ആ ഭക്ഷണം കഴിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇല്ല, ആ ഭക്ഷണം കഴിച്ചില്ലായിരുന്നെങ്കിലും അത് സംഭവിക്കേണ്ടതാണ്, അള്ളാഹ് തീരുമാനിച്ചെങ്കിലും സംഭവിച്ചിരിക്കും. അപ്പൊ അള്ളാഹിനെ പറ്റി നമ്മൾ അങ്ങനെ ഒരു ധാരണ വെച്ച് പുലർത്താൻ പാടില്ല. അത് ളന്നുൽ ജാഹിലിയത്താണ്.
അള്ളാഹിനെ പറ്റി എപ്പോഴും നമ്മൾ പോസിറ്റീവായ നിലയിലേ ചിന്തിക്കാവൂ. അത് വലിയൊരു പോയിന്റാണ്, അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു പോയിന്റാണ്. ദുആ ചെയ്യുമ്പോഴാണെങ്കിലും അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ ആവലാദികൾ പറയുമ്പോഴാണെങ്കിലും എപ്പോഴും പോസിറ്റീവ് ആയ കാര്യങ്ങൾ കൊണ്ടേ പറയാവൂ, നെഗറ്റീവായ കാര്യങ്ങൾ കൊണ്ട് പറയാനേ പാടില്ല. ഇപ്പൊ നമുക്ക് കുറച്ച് കടമുണ്ട് അള്ളാഹുവിനോട് പറയേണ്ടത് എന്താ? പഠിച്ചോനെ, എനിക്ക് കുറച്ച് കടമുണ്ട്, കടം നീയാണല്ലോ എനിക്ക് തന്നത്, ഞാനല്ലോ നമ്മളല്ലോ കടം ഉണ്ടാക്കിയത്, അള്ളാഹ് തന്നതല്ലേ, ഖൈറുൻ ശർറൊക്കെ അള്ളാഹുവിൽ നിന്നല്ല വിശ്വസിക്കാൻ. അങ്ങനെ പറയാൻ പാടില്ല. കടം ഉണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്, ഞാൻ കടബാധിതനായിരിക്കുന്നു, നിന്റെ കയ്യിലാണ് സമ്പത്ത്, അള്ളാഹുവേ എൻ്റെ ഈ ബാധ്യതയിൽ നിന്നും നീ എന്നെ മുക്തമാക്കണേ അള്ളാഹ്. നെഗറ്റീവ് നമ്മളിലേക്കാണ്, പോസിറ്റീവ് അള്ളാഹ്. കടം എനിക്കാണ്, സമ്പത്ത് ആരയില്ല അള്ളാഹ്, സമ്പത്ത് പോസിറ്റീവാണ് അല്ലേ. രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹുവേ ഞാൻ രോഗബാധിതനായിരിക്കുന്നു, നീ ശമനം തരുന്നവരാണ്, എനിക്ക് നീ ശമനം തരണേ അള്ളാഹ്. പോസിറ്റീവ് അള്ളാഹുവിലേക്ക്, നെഗറ്റീവ് നമ്മളിൽ. നിങ്ങൾ അങ്ങനെ ദുആ ചെയ്ത് നോക്ക്, ആ ഡെയിലി ഒന്ന് ചെയ്ത് നോക്ക്. സത്യത്തിൽ നമ്മുടെ ആളുകൾക്ക് ഇപ്പോഴും ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല. നമ്മുടെ ആൾക്കാർ ഇപ്പോഴും കൈ ഉയർത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ ചമ്പ്രം പിടിച്ച് നിന്നിട്ട് ഇങ്ങനെ ദുആ ചെയ്യാറുണ്ട്. അങ്ങനെ ദുആ ചെയ്ത് തെറ്റാണെന്നല്ല ഞാൻ ഈ പറയുന്നത്. ദുആ ചെയ്യുന്നതിൻ്റെ അദബുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ആദ്യം നമ്മൾ ഒരു ഏകാഗ്രതയിലേക്ക് വരിക, ഒരു ഏകാഗ്രതയിലേക്ക് ശാന്തമായിട്ടിരിക്കുക, 2 റക്അത്ത് നിസ്കരിക്കുക. അപ്പൊ ശാന്തത കിട്ടും മനസ്സിൽ. ഒരു വുളുവൊക്കെ ചെയ്ത് നല്ല വൃത്തിയുള്ള വേഷമൊക്കെ ധരിച്ച് 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്യാനായിട്ടിരിക്കണം, അതിനു വേണ്ടി തയ്യാറാകണം. അള്ളാഹിനോടൊരു കാര്യം ചോദിക്കാൻ പോവുകയാണ് നമ്മള്, അതിന് തയ്യാറായി ഇരുന്നിട്ട് കൈയൊന്നും ഉയർത്തേണ്ട ആവശ്യമില്ല. കൈ ഉയർത്തലും ചുംബിക്കലൊന്നും ദുആഇന്റെ മാനദണ്ഡമേ അല്ല. ശാന്തമായിട്ടിരുന്ന് നമ്മൾ ബോഡി മൊത്തം റിലാക്സ് ചെയ്യണം, മൊത്തം റിലാക്സ് ആകണം നമ്മുടെ ബോഡി. നമുക്ക് എപ്പോഴും നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ പോയിന്റുകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇന്നാലിന്ന കാര്യങ്ങളാണ് എനിക്ക് അള്ളാഹുവിനോട് ചോദിക്കാനുള്ളത്, അത് നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്നിട്ട് അള്ളാഹുവിൻ്റെ പദവിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ അവൻ്റെ അടിമയാണ് എന്ന ബോധ്യം നമ്മുടെ മനസ്സിൽ വരുത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം. 3 പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് ഓരോ കാര്യം ചോദിക്കണം, 3 പ്രാവശ്യമെങ്കിലും. ഇപ്പൊ എനിക്ക് രോഗം മാറണമെന്നാണെങ്കിൽ അള്ളാഹുവേ ഞാൻ രോഗബാധിതനായി, എൻ്റെ വക്കൽ നിന്നുള്ള തിന്മകൾ കൊണ്ടായിരിക്കാം അത്, എൻ്റെ വക്കൽ നിന്നുള്ള ശ്രദ്ധക്കുറവ് കൊണ്ടായിരിക്കാം അത്, നീ രോഗം ശമനം തരുന്നവനാണ്. സാധാരണ ആൾക്കാർ ദുആ ചെയ്യുന്ന, പഠിച്ചോനെ നീ എനിക്ക് രോഗം തന്നു, അല്ലാഹ് ഈ രോഗം നീ എടുത്ത് മാറ്റുന്നതാ, അത് പാടില്ല, ഒരിക്കലും പാടില്ല. അത് ലന്നുൽ ജാഹിലിയ്യത്തിന്റെ സ്വഭാവമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ, നെഗറ്റീവുകൾ അള്ളാഹുവിലേക്ക് ചേർക്കുക എന്നുള്ളത് പറയപ്പെടുന്നത്. രണ്ടാമത്തേത് വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച വലിയൊരു സബ്ജക്റ്റ് തീർക്കാനുണ്ട്, അതുകൊണ്ട് അതിന്റെ വിശദീകരണം കുറയ്ക്കുന്നത്. രണ്ടാമത്തേത് ഹമിയ്യത്തുൽ ജാഹിലിയ്യത്താണ്. ഹമിയ്യത്തുൽ ജാഹിലിയ്യത്ത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലെ 48-ാം അധ്യായത്തിലെ 26-ാമത്തെ വചനത്തിൽ ആ ഭാഗം പറയുന്നുണ്ട്. ഇൽ ജഅലല്ലദീന കഫറു ഫീ ഖുലൂബിഹിം അൽ ഹമിയ്യത ഹമിയ്യത്തുൽ ജാഹിലിയ്യത്തി. സത്യനിഷേധികൾ അവരുടെ ഹൃദയങ്ങളിൽ ജാഹിലിയ്യ കാലഘട്ടത്തിലെ ദുരഭിമാനം വെച്ച് പുലർത്തിയിരുന്നു. ദുരഭിമാനം, ഈഗോ, അത് ജാഹിലിയ്യത്തിന്റെ സ്വഭാവമാണ്. അയാൾ എന്നെ പറ്റി എന്ത് കരുതുന്നു, ഇവരെന്നെ പറ്റി എന്ത് വിചാരിക്കും, ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അത് ശരിയാകുമോ, അങ്ങനെയല്ല. എന്നെ കണ്ടിട്ട് അവരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം, ഞാൻ അങ്ങോട്ട് വരുമ്പോ അവൻ എന്നെ മെയിൻ ചെയ്തിട്ടില്ല. ഇതൊക്കെ ദുരഭിമാന, ജാഹിലിയ്യത്തിന്റെ ദുരഭിമാന. ഒരാൾ നമ്മളെ കണ്ടിട്ട് മെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അയാളെ പറ്റി എന്താ മനസ്സിലാക്കേണ്ടത്? അയാൾ എന്നെ കണ്ടിട്ടുണ്ടാകൂല, അല്ലെങ്കിൽ അയാൾ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകൂല. അയാളെ പറ്റി നമ്മൾ നെഗറ്റീവ് ചിന്ത, ഒരിക്കലും നെഗറ്റീവ് മൈൻഡുകൾ ഒരാളെ പറ്റിയും നമ്മൾ വിടാൻ പാടില്ല. എങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് നെഗറ്റീവായിട്ട് നമ്മളിലേക്ക് വരും. പാടില്ല ഒരിക്കലും. അത് ജാഹിലിയ്യത്തിന്റെ ഒരു സ്വഭാവമായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുപോലെ ചില പ്രയോഗങ്ങൾ,
ചില ആളുകളെ പറ്റി നടത്തുന്ന പ്രയോഗങ്ങളുണ്ടല്ലോ, അത് അവനൊക്കെ ഒരു താഴെക്കിടയില്ല. അവരൊക്കെ പഴയ കാലത്ത് അങ്ങനത്തെ ആൾക്കാരായിരുന്നു, ഇവരൊക്കെ ഇന്ന പണിയൊക്കെ ചെയ്ത് ജീവിച്ച് അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അതൊക്കെ ജാഹിലിയത്തിന്റെ ദുരഭിമാനമാണ്. ഒരു സംഭവം പറയാം. ബുഖാരി റിപ്പോർട്ട് ചെയ്ത സഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയ ഒരു ഹദീസാണ്. ലഖീതു അബാദറിൽ ബിസ്സബദത്തി, റബദ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചിട്ട് അബൂദർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടിയ ഒരു സംഭവത്തെ പറ്റി പറയുകയാണ്. അങ്ങനെ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞപ്പോൾ, അദ്ദേഹം ഒരു പുതിയ വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലെ തന്നെയുള്ള പുതിയ വസ്ത്രം അദ്ദേഹത്തിന്റെ അടിമയും ധരിച്ചിട്ടുണ്ട്. അടിമ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ വേലക്കാരനായിട്ട് കണക്കാക്കണ്ടട്ട. നമ്മുടെ നാട്ടിലെ വേലക്കാരന്റെ ഹുക്കുമല്ല അടിമക്കുള്ളത്. അടിമ എന്ന് പറഞ്ഞാല് ഏറ്റവും താഴെക്കിടയിൽ ജീവിക്കുന്നവൻ. നമ്മുടെ നാട്ടിലെ നമ്മൾ നല്ല തുണിയും കുപ്പായം ധരിച്ച് നമ്മുടെ വീട്ടിലെ ആടിനോ പോത്തിനോ നമ്മൾ നല്ല തുണിയും കുപ്പായം മേടിച്ചു കൊടുക്കാറുണ്ടോ? ഇല്ല. കാരണം എന്താ? അത് ആടാണ്, പോത്താണ്, അത് നമ്മുടെ വീട്ടിലെ കന്നുകാലിയാണ്, മൃഗമാണ്. നമ്മൾ നല്ല ബെഡ്റൂമിലാണ് കിടക്കണമെന്ന് കരുതി ആടിനെയും കോഴിനെയും പോത്തിനെയും നമ്മൾ ബെഡ്റൂമിൽ കയറ്റുമോ? ഇല്ല. കാരണം എന്താ? അത് മൃഗമാണ്. ഇതേ പദവിയാണ് മനുഷ്യന് അടിമയ്ക്കുള്ളത്. അതാണ് അടിമയ്ക്കുള്ളത്. അടിമത്ത വ്യവസ്ഥിതിയെ പറ്റി ഒന്ന് പഠിച്ചാൽ തന്നെ നമ്മള് ഈ കാലഘട്ടം എത്രയോ രക്ഷപ്പെട്ടു പോയി. അടിമത്ത വ്യവസ്ഥിതി നിലനിന്നിരുന്ന കാലഘട്ടം, അവിടെയൊക്കെ ബ്രിട്ടന്റെ ഇടപെടൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം കേട്ടോ. ബ്രിട്ടൻ നന്നായി ഇടപെട്ടുകൊണ്ടാണ് ലോകത്ത് പലയിടങ്ങളിലും അടിമത്ത വ്യവസ്ഥിതി, പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായ അടിമത്ത വ്യവസ്ഥിതിയൊക്കെ എടുത്തു കളഞ്ഞത്. ഇസ്ലാം ഇതായതോടുകൂടെ, മക്ക ഫത്തഹായതോടുകൂടെ അടിമത്ത വ്യവസ്ഥിതിക്ക് ഇസ്ലാം എന്ത് ചെയ്ത്? വിരാമം കുറിച്ചു. അപ്പൊ അടിമ താൻ ധരിച്ചതുപോലെയുള്ള പുതിയ വസ്ത്രവും ധരിച്ചിട്ട് ഇരിക്കുന്നത് കണ്ടപ്പോൾ, അബൂദർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ഇദ്ദേഹം ചോദിച്ചു, ഇതെന്താണ് രണ്ടു കൂട്ടരും ഒരേപോലത്തെ വേഷം ധരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റസൂലുള്ളാഹി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവുമായിട്ടൊരു വാക്ക് തർക്കമുണ്ടായി. ഒരു വാക്ക് തർക്കം. അങ്ങനെ വഴക്കൊക്കെ ഇങ്ങനെ മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ ദേഷ്യം സഹിക്കാൻ പറ്റാണ്ട് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിന്റെ ഉമ്മ കർമ്പിയല്ലേ, നീ കർമ്പിയുടെ മോനല്ലേ എന്ന് പറഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ അടിമയായിരിക്കണം, അദ്ദേഹം നീഗ്രോ അല്ലേ, കർമ്പിയാണെന്ന് പറഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് അത് വല്ലാതെ വേദനിച്ചു. ഇപ്പോ എന്നെ ഇപ്പൊ കഴിഞ്ഞ ഒരു ദിവസം ഞാനെന്തോ ഒരു യൂട്യൂബിൽ എന്തോ ഒരു വിഷയം പറഞ്ഞൊരു ക്ലിപ്പ്, എൻ്റെ ഒരു പ്രസംഗത്തിന്റെ ഒരു ക്ലിപ്പ് ഇട്ടു, എന്തോ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോ പണ്ട് നമ്മുടെ കൂട്ടത്തിൽ മുജാഹിദുകളായി ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ, ഇപ്പൊ വേറെ സംഘടനയൊക്കെ ഉണ്ടാക്കി പോയ ആൾക്കാർ, അതിൽപ്പെട്ട എൻ്റെ ഒരു പരിചയക്കാരനായ ഒരാള്, അയാള് എന്നെ ഫോൺ ചെയ്തിട്ട് എന്നോട് സംസാരിക്കുകയാണ്, നിങ്ങൾ ആ പറഞ്ഞത് ശരിയായില്ല, നീ ഖുറാഫിയല്ലേ എന്ന് ചോദിച്ചു. നീ ഖുറാഫിയല്ലേ എന്ന് ചോദിച്ചത്. ഖുറാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്ത് ചെയ്ത് ജീവിക്കുന്നതാണ്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി. എന്നാൽ എന്നെ ഖുറാഫിന്ന്, ഞാൻ ഖുറാഫി ആയിരുന്ന കാലഘട്ടത്തിൽ പലരും വിളിച്ചിട്ടുണ്ട്, അതെനിക്ക് വേദനിച്ചിട്ടില്ല. നമ്മളിപ്പോ ഖുറാഫാത്തിൽ നിന്നൊക്കെ വിട്ട് നമ്മൾ ശിർക്ക് ബിദ്അത്തിൽ നിന്നെല്ലാം മുക്തമായി തൗഹീദിന്റെ വഴിയിൽ പോയപ്പോ നമ്മളോട് നീ ഖുറാഫി അല്ലേ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വിഷമമുണ്ടായി. അതാണ് അവിടെയും സംഭവിച്ചത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ് നീ ഒരു കർമ്പിയുടെ മോനല്ലേ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് വിഷമായി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പോയിട്ട് പരാതി പറഞ്ഞു. ദീർഘമായൊരു സംഭവമാണ്. അബൂദർ റളിയല്ലാഹു അൻഹു ഒപ്പം പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ വർത്താനം കേട്ടപ്പോ വല്ലാതെ വേദനിച്ച്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ അബൂദർ, ഓ അബൂദറെ, അദ്ദേഹത്തിന്റെ ഉമ്മയെ നീ ആക്ഷേപിച്ചില്ലേ? ഇന്നക ഇംറഉൻ ഫീകൽ ജാഹിലിയ്യ, നിന്നിൽ ജാഹിലിയത്തുണ്ട് അബൂദറെ. അതാണ് ഒരാളെ ആക്ഷേപിക്കാൻ വാക്കുകൾ ഉപയോഗിക്കുക. അത് ദുരഭിമാനത്തിന്റെ പേരിലാണ് ഉണ്ടാണ്. ആക്ഷേപിക്കുന്ന സ്വഭാവം.
അത് ജാഹിലിയത്തിന്റെ അടയാളമായിട്ടാണ് കാണുന്നത്. അതിനുശേഷം പിന്നെ അദ്ദേഹം പറയുകയാണ്, അതിനുശേഷം എനിക്ക് തോന്നിപ്പോയി ഭൂമി ഒന്ന് രണ്ടായി പിളർന്ന് എന്നെ ഭൂമി ഒന്ന് വിഴുങ്ങിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അബൂദറിന് തോന്നിപ്പോയി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹം പറയുകയാണ്, അതിനുശേഷം എൻ്റെ കൂടെയുള്ള അടിമയ്ക്ക് പോലും ഞാൻ കഴിക്കുന്ന ഭക്ഷണം കൊടുക്കും, ഞാൻ ധരിക്കുന്നത് പോലത്തെ വസ്ത്രം കൊടുക്കും. അങ്ങനെയാണ് നിങ്ങൾ ഈ കണ്ട സംഭവം എന്ന് പറയുകയുണ്ടായി. അപ്പൊ ലന്നുൽ ജാഹിലിയ്യത്ത് അതാണ് രണ്ടാമത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞത് തബറുജുൽ ജാഹിലിയ്യത്ത്. തബറുജുൽ ജാഹിലിയ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാഹിലിയ്യത്തിന്റെ സൗന്ദര്യ പ്രദർശനം. ജാഹിലിയ്യത്തിന്റെ സൗന്ദര്യ പ്രദർശനം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള സൗന്ദര്യ പ്രദർശനങ്ങളുണ്ട്. ഇന്ന് അതിൻ്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയകൾ. ജാഹിലിയത്തിന്റെ പൂർണ്ണമായ സൗന്ദര്യ പ്രദർശനം പലതരത്തിലുണ്ട്. അതിലൊന്ന് പൂർണ്ണ നഗ്നത പ്രദർശിപ്പിക്കുന്ന സ്വഭാവം, അതുണ്ട്, അതിന്നുണ്ട്. പൂർണ്ണ നഗ്നത പ്രദർശിപ്പിക്കുന്ന സ്വഭാവം. അതിന് ടെക്നോളജി വികസിച്ചപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാറ്റമുണ്ടായെന്ന് മാത്രം. ഇന്ന് ഏറ്റവും കൂടുതൽ വൃത്തികേടുകൾ കൈമാറുന്ന സ്ത്രീകൾ അവരുടെ നഗ്നത പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. പ്രത്യേകിച്ച് മൊബൈൽ ആപ്പുകളൊക്കെ. മൊബൈലിലൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഒരു പെണ്ണ് വന്നിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ, ഫേസ്ബുക്കിലൊക്കെ അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ ചോദിക്കും, ഒറ്റയ്ക്കിരുന്ന് മടുത്തോ, ഏകാന്തത നിങ്ങളെ ബാധിച്ചിരിക്കുന്നോ, പേടിക്കണ്ട, ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തോളൂ, സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടികളുമായി സംസാരിക്കാം, അവരുമായി വീഡിയോ ചാറ്റ് ചെയ്യാം, ഓഡിയോ ചാറ്റ് ചെയ്യാം. അപ്പൊ അപ്പുറം ഇരിക്കുന്ന പെണ്ണെന്ത് ചെയ്യും? ഇവൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അപ്പുറം ഇരിക്കുന്ന പെണ്ണിനെ വീഡിയോ ചാറ്റ് ചെയ്യുമ്പോൾ ഓള് പറയും, കുറച്ച് പൈസ ഇട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ നഗ്നയാകാം, തുണി അഴിച്ചിടാം. അവൻ പൈസ കൊടുക്കും, തുണി അഴിച്ചിടും, കാണിച്ചു കൊടുക്കും. ഇതാണ് തബറുജുൽ ജാഹിലിയത്ത്, ജാഹിലിയത്തിന്റെ സൗന്ദര്യ പ്രദർശനം. അതുപോലെ തന്നെയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ, വസ്ത്രം ധരിച്ചിട്ടുണ്ടാകും, പക്ഷേ വസ്ത്രം ധരിക്കാത്തതിന് തുല്യമായ ഒരു പ്രകൃതം. വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും, തുണിയെ കൊടുത്തിട്ടുണ്ടാവും. ചില ആളുകളൊക്കെ എല്ലാം പൂർണ്ണമായി മറച്ചിട്ടായിരിക്കും പോവുക, പക്ഷേ ശരീരത്തിന്റെ അവയവങ്ങൾ വസ്ത്രത്തിലൂടെ നിഴലിച്ച് കാണാൻ കഴിയും. അത് പ്രകടമാകുന്ന സ്വഭാവം മുമ്പ് സ്ത്രീകൾക്കായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പൊ പുരുഷന്മാർക്കും തുടങ്ങിയിട്ടുണ്ട്. അത് ശരി, സൗന്ദര്യ പ്രദർശനം, നഗ്നത വെളിവാക്കുന്ന സ്വഭാവങ്ങളൊക്കെ. ആൺകുട്ടികൾ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ പാൻറ് ഇട്ടിട്ടുണ്ടാകും, പാൻറിന്റെ മുകളിൽ കൂടെ ഷഡ്ഡി കാണിക്കുന്ന സ്വഭാവം അല്ലേ ആൺകുട്ടികൾക്കുണ്ട്. ചില കുട്ടികളൊക്കെ സുജൂദ് ചെയ്യുമ്പോ ബാക്കിൽ നിൽക്കണം, നമ്മൾ ആകെ ലജ്ജിച്ചു പോവും. ആ പാൻറ്റൊക്കെ ആണ്ട് ഊർന്ന് വന്നിട്ട് എല്ലാ വൃത്തികേടുകളും വെളിവാകുന്ന തരത്തിൽ. ബസ്സിലൊരിക്കൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ബസ്സിന്റെ മുകളിൽ സാധനങ്ങൾ വെക്കാനുള്ള ഒരു റാക്ക് ഉണ്ടാകുമല്ലോ. അപ്പോൾ ഒരു ചെക്കൻ, ഞാൻ അടുത്തിരിക്കുന്ന ഒരു ചെറിയ ചെക്കനാ, ഒരു 20-22 വയസ്സ് പ്രായമുള്ള ചെക്കൻ, ഓൻ ആ റാക്കിന്റെ മുകളിലേക്ക് അവന്റെ ബാഗ് വെച്ചതാണ്. പറയാൻ പറ്റില്ല, ബാക്കി എല്ലാം കണ്ടു, എല്ലാവരും കണ്ടു അവിടെ നിന്ന ആൾക്കാർ. കാരണം അവന്റെ പാൻറ് ഇവന്റെ ഈ അരക്കെട്ടിന്റെ താഴെയുള്ളത്, ഇന്നറൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ പിന്നെ എല്ലാം വെളിവായി. ഞാൻ തൃശ്ശൂർ ഇറങ്ങിക്കഴിഞ്ഞപ്പോ അവനോട് ചോദിച്ചു, മോനെ ഇതെന്താ സംഭവം? ഇതിപ്പോഴത്തെ ട്രെൻഡാണെന്നാ പറഞ്ഞത്. ട്രെൻഡാണത്. അത് ആണുങ്ങളും ചെയ്യുന്നുണ്ട് സൗന്ദര്യ പ്രദർശനം. അപ്പൊ ഇത് തബറുജുൽ ജാഹിലിയത്തുണ്ട്. വഖർന ഫീ ബുയൂത്തികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊല. വിശുദ്ധ ഖുർആനില് 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 33-ാമത്തെ വചനം. ജാഹിലിയത്തിന്റെ സൗന്ദര്യ പ്രദർശനം പാടില്ല. ഇപ്പോഴത്തെ സൂംബ നൃത്തമൊക്കെ അതിന്റെ ഭാഗമാണ്. ഞാൻ സൂംബയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആ വിഷയാവതരണത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. സൂംബയൊക്കെ അതിന്റെ ഭാഗമാണ്. ജാഹിലിയത്തിന്റെ സൗന്ദര്യ പ്രദർശനമാണ് ഉണ്ടാകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പ്രത്യേകിച്ച് ഇന്നത്തെ പെൺകുട്ടികൾ 10 വയസ്സ് 11 വയസ്സ് 12 വയസ്സൊക്കെ കഴിഞ്ഞാല് അവര് എന്താകാണ്? പ്രായപൂർത്തിയാകാണ്. അവരുടെ പീരീഡ്സ് ആരംഭിച്ചു, അവര് പ്രായപൂർത്തിയായി, അവരുടെ ശരീരത്തിന്റെ വളർച്ചയുടെ ഘട്ടമാണത്. 12 വയസ്സ് 13 വയസ്സ് പ്രായമുള്ള കുട്ടികളൊക്കെ, പ്രത്യേകിച്ച് ഇന്നത്തെ ഫുഡ് സിറ്റുവേഷൻ ഒക്കെ ഇവർക്ക് പെട്ടെന്ന് അവര് പ്രായപൂർത്തിയാകുന്ന അടയാളങ്ങളിലേക്ക് എത്തുകയാണ്. 9 വയസ്സ് മുതലേ ആകുന്നുണ്ട്.
ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ. ഈ 12, 13, 14 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾ സ്കൂൾ യൂണിഫോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു ചുരിദാർ അല്ലേ, ഒരു ടോപ്പാണ്. അത് ചിലത് സൈഡ് പൊളിച്ചതുണ്ടാവും, സൈഡ് പൊളിക്കാത്തതുണ്ടാവും. ആ ടോപ്പും ഇട്ടിട്ട് ഈ പെൺകുട്ടികള് ഈ സൂംബ എന്ന് പറയുന്ന നൃത്തം കളിക്കുമ്പോൾ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും പ്രകടിപ്പിക്കല്ലേ, ചലിക്കല്ലേ. അതേ പ്രായത്തിലുള്ള ആൺകുട്ടികൾ ഇപ്പുറപ്പുണ്ടല്ലോ. അതേ പ്രായത്തിലുള്ള ആൺകുട്ടികൾക്ക് എന്തേ അവര് അത്ര വലിയ തക്കവയുള്ള ആൾക്കാർ അങ്ങോട്ട് നോക്കാണ്ടിരിക്കാൻ? അത് തന്നെയല്ലേ സ്റ്റേജിൽ വന്നിട്ട് ടീച്ചർമാരും കാണിക്കണത്. സാരി ഉടുത്തിട്ട് അവരും ഈ ഡാൻസ് കളിച്ചോണ്ടിരിക്കല്ലേ. എങ്ങനെ അത് എനിക്ക് പറഞ്ഞു ഫലിപ്പിക്കണം എന്നറിയില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഒരു തരം സൗന്ദര്യ പ്രദർശനമാണ്. അതാണ് തബറുജുൽ ജാഹിലിയ്യത്ത്. നാലാമത്തേത്, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനം. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് വെച്ച വിഷയം കൂടിയാണത്. നാലാമത്തേത് ഹുക്കുമുൽ ജാഹിലിയ്യത്ത്, ജാഹിലിയ്യ വിധി. ഹുക്കുമുൽ ജാഹിലിയ്യത്ത് എന്ന് പറഞ്ഞില്ല. അപ്പൊ ഹുക്കുമൽ ജാഹിലിയ്യത്ത് യബ്ഗൂൻ, അവർ ജാഹിലിയ്യത്തിന്റെ വിധിയാണോ തേടുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. അതാണ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താ ഈ ജാഹിലിയ്യത്തിന്റെ വിധി എന്ന് പറഞ്ഞാൽ? ലോകത്ത് 2 വിധി നിയമങ്ങളാണുള്ളത്. ഒന്ന് ഹുക്കുമുൽ ഇസ്ലാമിയ്യ, 2 ഹുക്കുമുൽ ജാഹിലിയ്യ. ഇസ്ലാമിന്റെ ഹുക്കുമും ജാഹിലിയ്യത്തിന്റെ ഹുക്കുമും. മനുഷ്യൻ എന്ന് പറഞ്ഞാല് അവന് മറ്റ് ജീവികളിൽ നിന്ന് മനുഷ്യന്റെ പ്രത്യേകത, മനുഷ്യൻ ഹയവാൻ നാത്തിഖ് ആണ്. എന്താ ഹയവാൻ നാത്തിഖ് എന്ന് പറഞ്ഞാൽ? ചിന്തിക്കാൻ കഴിവുള്ളവനാ മനുഷ്യൻ. ലോകത്ത് ചിന്തിക്കാൻ കഴിവുള്ള ഏതെങ്കിലും ജീവിയുണ്ടോ? ഇല്ല. ഏത് ജീവി ചിന്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അത് പരിമിതമായ ചിന്തകളേ ഉള്ളൂ. ചിന്തിക്കാൻ കഴിഞ്ഞ ഹോമോസാപ്പിയൻസ് എന്ന പേരിലാണ് മനുഷ്യനെ ശാസ്ത്രീയമായിട്ട് പറയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ചിന്ത ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഓരോ സമയത്ത്. അതുകൊണ്ട് തന്നെ ഡെവലപ്പുള്ള അപ്ഡേഷൻ ഉള്ള ജീവി ആരാ? മനുഷ്യൻ. മനുഷ്യരല്ലാത്ത ഒരു ജീവിക്ക് അപ്ഡേഷൻ ഇല്ലല്ലോ. ലോകത്ത് അപ്ഡേഷൻ വന്ന ഏക ജീവി എന്ന്, മനുഷ്യനല്ലാത്ത ഏക ജീവി എന്ന് പറയപ്പെടുന്ന ഒരു ജീവിയുണ്ട്. അത് മനുഷ്യനുമായി ഏകദേശം പരിണാമപരമായ ചില ഒരു യോജിപ്പുള്ളൊരു ജീവിയാണ് ചിമ്പാൻസി. ചിമ്പാൻസി ഏകദേശം മനുഷ്യനുമായിട്ടൊക്കെ ഏറെക്കുറെ ഒരു യോജിപ്പുണ്ടല്ലോ. അതിന് വന്ന ഏക മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ മെയിൻ ഭക്ഷണം, ചിമ്പാൻസിയുടെ മെയിൻ ഭക്ഷണം ഉറുമ്പാണ്. ഉറുമ്പിനെ പിടിച്ചു തിന്നും. ചിമ്പാൻസി ഒരു കോലെടുത്തിട്ട് ഉറുമ്പിന്റെ കൂട്ടിൽ വെക്കും. അപ്പൊ ഈ കോലിൽ ഉറുമ്പ് പൊതിയും. അപ്പൊ അത് ലോലിപോപ്പ് തിന്ന പോലെ തിന്നും. ഇതാണ് ചിമ്പാൻസി ഇത്രയും കാലമായിട്ട് ജീവിച്ചിട്ട് അതിലുണ്ടായ ഒരു മാറ്റം. പിറക്കി തിന്നതിൽ നിന്നും കോൽ ഉറുമ്പിനെ ശേഖരിച്ച് തിന്നുന്നതിലേക്ക് അത് മാറി. ഇതാണ് ആകെ ലോകത്തെ ഒരു ജീവിയിൽ വന്നൊരു മാറ്റം എന്ന് പറയാൻ പറ്റുള്ളൂ. അതൊരു മാറ്റമായിട്ട് കണക്കാക്കാൻ പറ്റുമോ? ഇല്ല. ലോകത്ത് 1000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ഒരു കാക്ക കൂടുണ്ടാക്കിയിരുന്നത് എങ്ങനെയാ? അങ്ങനെ തന്നെ ഇപ്പോഴും കൂടുണ്ടാക്കണത്. എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല. ലോകത്ത് 1000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ഒരു സിംഹം എങ്ങനെയാണ് ഇര പിടിച്ചിരുന്നത്? അങ്ങനെയാണ് ഇപ്പോഴും ഇര പിടിക്കുന്നത്. ഒരു മാറ്റവും വന്നിട്ടില്ല. ഇണ ചേർന്നത് എങ്ങനെയാണ്? അങ്ങനെയാണ് ഇപ്പോഴും ഇണ ചേരുന്നത്. 1000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യൻ വീടുണ്ടാക്കുന്നത് പോലെയാണോ ഇപ്പൊ നമ്മൾ വീടുണ്ടാക്കണത്? ഇല്ല. ഇപ്പൊ നമ്മൾ വീടുണ്ടാക്കുന്നത് പോലെയാണോ ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാക്കണത്? മാറും. 100 കൊല്ലം കഴിഞ്ഞ മനുഷ്യന്റെ ലൈഫ് സ്റ്റൈൽ തന്നെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല. ഇപ്പോഴത്തെ പോക്ക് പോവുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാണുന്ന കാറും ബസ്സും ലോറിയൊക്കെ അന്നത്തെ പുരാവസ്തുവായി മാറും. അന്നൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ മനുഷ്യൻ സഞ്ചരിക്കുന്നത് ആകാശത്ത് കൂടെ മാത്രമായിരിക്കും, ഭൂമി കൂടെ നടക്കും കൂടെ ഉണ്ടാവില്ല മനുഷ്യന്മാര്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്കായിരിക്കും പോകാൻ പോണത്. അപ്പൊ മനുഷ്യനിൽ ഡെവലപ്മെന്റ്, മാറ്റങ്ങളുണ്ട്. മറ്റ് ജീവികൾ, ആ ജീവികൾ അള്ളാഹു നൈസർഗികമായി കൊടുത്തിരിക്കുന്ന ചോദനകൾക്കനുസരിച്ച് അവരങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ മറ്റ് ജീവികൾക്ക് നിയമത്തിന്റെ ആവശ്യം ഇല്ല. ഒരു സിംഹം അല്ലെങ്കിൽ ഒരു കടുവ ഒരു മാനിനെ വേട്ടയാടി പിടിക്കണത് എന്തിനു വേണ്ടിയാ? വിശക്കുമ്പോൾ ഭക്ഷിക്കാൻ വേണ്ടിയാ.
നാളെ എനിക്ക് വിശക്കുമല്ലോ എന്ന് കരുതി ഇന്ന് 2 മാനിനെ വേട്ടയാടി ഇവിടെ സ്റ്റോക്ക് ചെയ്യോ? ഇല്ല, സ്റ്റോക്ക് ചെയ്യില്ല. മനുഷ്യനോ നാളത്തേക്കുള്ള ഫുഡ് വേണം എന്ന് കരുതിക്കൊണ്ട് ഇന്ന് തന്നെ എന്ത് ചെയ്യും? ശേഖരിക്കും. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമം വേണം ഇത്തരം കാര്യങ്ങൾക്ക്. കാട്ടിൽ നിയമമില്ല. കാട്ടിലെ രാജാവ് സിംഹമാണ്, അല്ലേ? ആരാ സിംഹത്തെ രാജാവാക്കിയത്? മൃഗങ്ങളെല്ലാം കൂടെ യോഗം കൂടിയിട്ട് സിംഹത്തിനെ രാജാവാക്കിയതാണോ? കുറുക്കൻ മന്ത്രിയാണ്, അല്ലേ? കുറുക്കൻ ആരാ മന്ത്രിയാക്കിയത്? രാജാവ് മന്ത്രിയാക്കിയതാണോ? അല്ല, അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഒരു സിംഹത്തിനും അറിയില്ല ഞാൻ രാജാവാന്ന്, ഒരു കുറുക്കനും അറിയില്ല ഞാൻ മന്ത്രിയാന്ന്. അവരൊക്കെ അങ്ങനെ അവരുടേതായ ലെവലിൽ ജീവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ മനുഷ്യന് നിയമം ഇല്ല. കാട്ടിലപ്പോ നിയമത്തിന്റെ ആവശ്യമില്ല. മനുഷ്യന് നിയമം ഇല്ല എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നൊരു പത്രസമ്മേളനം വിളിച്ചിട്ട് അങ്ങോട്ട് പറയാണ്, നാളെ രാവിലെ 6 മണി മുതൽ അടുത്ത വ്യാഴാഴ്ച രാവിലെ 6 മണി വരെ കേരളത്തിൽ പോലീസ് സ്റ്റേഷനുകളൊന്നും പ്രവർത്തിക്കൂല, കോടതികളെല്ലാം അടച്ചുപൂട്ടുകയാണ്, നിയമം പൂർണ്ണമായും സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഒരാഴ്ച കേരളീയരായ ആളുകൾ അവരുടെ ഇഷ്ടം പോലെ ജീവിച്ചോ, കേസെടുക്കൂല എന്നൊരു തീരുമാനം മുഖ്യമന്ത്രിക്ക് എടുക്കാൻ പറ്റൂല. എന്നാലും അങ്ങനെ എടുത്തു എന്ന് കൂട്ടിക്കോ. അങ്ങനെ എടുത്താൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇവിടെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ബാക്കിയാവുമോ? ഇവിടെ ആരുടെയെങ്കിലും വണ്ടി ഇവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റുമോ? ഇവിടെ കടകൾ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് റോട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ? അടിച്ചു പഞ്ചരാക്കൂലേ? കൈകളെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകൂലേ? വീടുകൾ കയറി ആക്രമിക്കൂലേ? ബലാത്സംഗം, കൊലപാതകങ്ങൾ, അക്രമം പടർന്നു പന്തലിക്കും. എന്തിന്റെ കാരണം കൊണ്ടാ? നിയമത്തെ എടുത്തു മാറ്റിയത് കൊണ്ടാ. അപ്പൊ ലോകത്ത് മനുഷ്യന് ജീവിക്കണമെങ്കിൽ നിയമം ആവശ്യമാണ്. ആ നിയമം, ഏറ്റവും നല്ല നിയമം ഏതാണ് എന്നുള്ളതാണ്. 2 നിയമങ്ങളാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഒന്ന് ഹുക്കുമുൽ ഇസ്ലാമിയ, ഇസ്ലാമിക നിയമം. 2 മനുഷ്യന്മാരുണ്ടാക്കിയ നിയമം. ഈ മനുഷ്യന്മാരുണ്ടാക്കിയ നിയമവും ഇസ്ലാം ഉണ്ടാക്കിയ അല്ലെങ്കിൽ അള്ളാഹു ഉണ്ടാക്കിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു ഉണ്ടാക്കിയ നിയമം മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന് ആധാരമായിക്കൊണ്ടാണ് ആ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. അള്ളാഹു ഉണ്ടാക്കിയത് മനുഷ്യവംശം ഇവിടെ നിലനിൽക്കണം, അതിനു വേണ്ടി ഒരു നിയമം ഉണ്ടാക്കി. എന്നാൽ മനുഷ്യന്മാർ നിയമം ഉണ്ടാക്കിയതോ അത് മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല, അവരുടെ താൽക്കാലിക സൗകര്യങ്ങൾ, കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി, അതിനുവേണ്ടിയാണ് നിയമം ഉണ്ടാക്കിയത്. അങ്ങനെ വന്നപ്പോൾ കാലാനുസരണം ഓരോ നിയമങ്ങൾ മാറി. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് മുമ്പ് ഇന്ത്യയിലത്തെ നിയമം എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ നിയമമല്ലായിരുന്ന? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമല്ലേ ഇന്ത്യയിൽ നിയമം മാറിയത്? ബ്രിട്ടീഷുകാർ ഇന്ത്യ പിടിച്ചെടുക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ നിയമം എന്തായിരുന്നു? അതിന് മുമ്പുള്ള ആൾക്കാർ പിടിച്ചെടുത്തപ്പോൾ ഉള്ള നിയമം. ഓരോ കാലഘട്ടത്തിലും നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ രാജ്യങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിയമങ്ങൾ മാറ്റുന്നു. അതുപോലെ തന്നെ ഓരോ മതങ്ങൾ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മതങ്ങളുടെ നിയമം, ദൈവിക നിയമങ്ങൾ ഉൾപ്പെടെയുള്ളതുണ്ട്. ഇപ്പൊ ക്രിസ്ത്യാനികൾക്ക് ഉള്ള അവരുടെ ക്രിസ്തീയ മതത്തിന്റെ നിയമമുണ്ട്. ആ നിയമം ഈസാ അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലുള്ള നിയമമാണോ? പഴയ നിയമത്തിന്റെ നിയമമാണോ? അല്ല, വേണ്ട. പുതിയ നിയമത്തിന്റെ നിയമമാണോ? അതുമല്ല. ആ നിയമം ആരാ തീരുമാനിക്കുന്നത്? കത്തോലിക്ക സഭയുടെ നിയമം തീരുമാനിക്കുന്നത് പോപ്പാണ്. പോപ്പ് മാറുമ്പോ നിയമം മാറും. ഇപ്പൊ ബെനഡിക്ട് 16 ചാർജ് എടുത്ത കാലഘട്ടത്തില്, ബെനഡിക്ട് 16 മാർപ്പാപ്പയായി വന്ന കാലഘട്ടത്തില് ബെനഡിക്ട് 16 മുമ്പിൽ 3 പ്രധാനപ്പെട്ട നിയമങ്ങൾ വന്നിരുന്നു. അതിൽ ഒന്നാമത്തേത്, കത്തോലിക്ക സഭയില് പുരോഹിതന്മാര് കുറവാണ്. അതിന്റെ കാരണം വിവാഹം കഴിക്കാൻ പാടില്ല കത്തോലിക്ക സഭയില് പുരോഹിതന്മാർക്ക്. അപ്പോ പുരോഹിതന്മാര് കുറഞ്ഞു. അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ പുരോഹിതന്മാർക്ക് വിവാഹം കഴിക്കാമെന്ന നിയമം ഉണ്ടാക്കണം. കണ്ടില്ലേ? നിയമം ആരുണ്ടാക്കേണ്ടത്? ബെനഡിക്ട് 16 ഉണ്ടാക്കണം. ആണും പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കാനുള്ള നിയമം ബെനഡിക്ട് 16 കാലഘട്ടത്തിലാണ് ക്രൈസ്തവ സഭ പാസാക്കിയത്. മനസ്സിലായില്ലേ? അപ്പൊ നിയമങ്ങൾ മതങ്ങളിൽ അവരുടെ പുരോഹിതന്മാരുണ്ടാക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ
ഓരോ നിയമങ്ങളും മനുഷ്യനിർമ്മിത നിയമങ്ങളായി മാറി. അതുകൊണ്ട് ആ നിയമങ്ങളെയെല്ലാം ഇസ്ലാം വിളിച്ച പേര് ഹുക്കുമുൽ ജാഹിലിയ്യത്ത് എന്നാണ്. എന്നാൽ ഇസ്ലാമിന്റെ നിയമമോ അത് അള്ളാഹുവിന്റെ നിയമമാണ്. ലോകത്ത് ഇന്ന് ഏറ്റവും പഴക്കമുള്ള നിയമം അശ്ശരീഅത്തുൽ ഇസ്ലാമിയാണ്. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള നിയമം. ആ നിയമം അന്ന് എന്താണോ നിയമം അത് തന്നെ ഇപ്പോഴും നിയമം. മോഷണം നടത്തിയാൽ കൈമുറിക്കണം എന്നുള്ളത് അന്നത്തെ നിയമമാണ്. ആ നിയമം തന്നെയാണ് ഇന്നുള്ളത്. അത് മാറ്റാൻ പറ്റില്ല. വധശിക്ഷയ്ക്ക്, കൊലപാതകത്തിന് വധശിക്ഷ. ഇപ്പോ ഈ ആ പെൺകുട്ടിയുടെ, നിമിഷപ്രിയ പെൺകുട്ടിയുടെ ഇത് വരുന്നില്ലേ, നിയമം വരുന്നില്ലേ? സത്യത്തില് അതിൽ ഇടപെട്ടത് ആരാണോ അള്ളാഹു ആയാലും നമ്മളിപ്പോ അതിനെ പറ്റി ഒന്നും ചർച്ച ചെയ്യണല്ല. ചില ആൾക്കാരൊക്കെ എട്ടുകാലും മുഞ്ഞുമാരായിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അതിന്റെ പിന്നാമ്പുറമൊക്കെ വായിച്ചു നോക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് പൊളിറ്റിക്സ് കിടപ്പുണ്ട്. സത്യത്തില് ഈ തലാൽ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, അവരുടെ ഗോത്രം, കൊല ചെയ്യപ്പെട്ട തലാൽ എന്ന് പറയുന്ന വ്യക്തി, അവരുടെ ഗോത്രം ഷീഇയാണ്. ഷീഇ ആദർശമുള്ള ആൾക്കാരാണ്. ഷീഇ ആദർശമുള്ള കുടുംബമായതുകൊണ്ട് തന്നെ ഈ ഷീഇ ആദർശക്കാരുമായിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് സംസാരിച്ചു എന്ന് പറയപ്പെടുന്ന ആൾക്കാരുടെ അവിടുത്തെ സൂഫി പണ്ഡിതന് സംസാരിക്കാൻ കഴിയില്ല. കാരണം അയാൾ സുന്നി പണ്ഡിതനാ, മറ്റൊരു ഷീഇ പണ്ഡിതനാണ്, കുടുംബാണ്. ഷീഇ സുന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നാട്ടില് ഏറ്റവും വലിയ വർഗീയ രണ്ട് ശക്തികൾ, വർഗീയ കക്ഷികളെ പോലെയാണ്. ഒരിക്കലും അടുപ്പിക്കൂല. അങ്ങനെയുള്ള ആളായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അത് നടക്കണ കാര്യമല്ല. ഗവൺമെന്റ് തലത്തിൽ ഇറാൻ മുഖേന, ഇറാൻ വഴി ഈ തലാൽ കുടുംബവുമായിട്ട് ഗവൺമെന്റ് ബന്ധപ്പെട്ടു എന്നുള്ളതൊക്കെ ഒരു ശരിയായ റിപ്പോർട്ട് തന്നെയാണ്. അത് പോസിബിൾ ആണ്, അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ കൊലപാതകത്തിന് ശിക്ഷ, വധശിക്ഷ ഇസ്ലാമികന്റെ നിയമമാണ്. അത് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മാറുന്നതിനനുസരിച്ച് മാറ്റാൻ പറ്റുമോ? മാറ്റാൻ കഴിയില്ല. അപ്പൊ ഏറ്റവും പഴക്കമുള്ള നിയമം അത് ഇസ്ലാമിക ശരീഅത്താണ്. ആ ഇസ്ലാമിക ശരീഅത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഓരോ കാലഘട്ടത്തിലെ പ്രവാചകന്മാർക്കും അല്ലാഹു തആല ഓരോ നിയമങ്ങൾ ഇറക്കി കൊടുത്തു. ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅത്തൻ വമിൻഹാജ. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയുടെ 51-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങളിൽ നിന്നുള്ള എല്ലാ തലമുറകൾക്കും ഓരോ ശരീഅത്ത് നിയമവും അതേപോലെ ഓരോ തുറന്ന കർമ്മമാർഗവും അല്ലാഹു തആല നിർണയിച്ചിട്ടുണ്ട്. എല്ലാ തലമുറകൾക്കും ഉണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലെ ശരീഅത്തല്ല പിൽക്കാലഘട്ടത്തിൽ വന്ന ആളുകൾക്ക്. ഈസാ നബിയുടെ കാലഘട്ടത്തിൽ ആ ശരീഅത്തല്ല, അത് വേറെ വ്യത്യാസമുണ്ട്. നൂഹ് നബിയുടെ കാലഘട്ടത്തിലെ ശരീഅത്തല്ല ആദം നബിയുടെ കാലഘട്ടത്തിലെ ശരീഅത്ത്. ആദം നബിയുടെ കാലഘട്ടത്തിലെ ശരീഅത്തനുസരിച്ചിട്ട് സഹോദരന് സഹോദരിയെ കല്യാണം കഴിക്കാം. ഇന്നത്തെ നമ്മുടെ ശരീഅത്തനുസരിച്ച് സഹോദരന് സഹോദരിയെ കല്യാണം കഴിക്കാമോ? പറ്റില്ല. മൂസാ അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലെ ശരീഅത്തിലെ നജസായ സ്ഥലം മുറിച്ചു കളയണമെന്ന, കഴുകിയ ശുദ്ധിയാവൂല. നജസായാല് അവിടെ മുറിച്ചു കളയണം. തുണിയിൽ നജസായുണ്ടെങ്കിൽ അവിടെ മുറിച്ചു കളയണം. ആ നിയമം. പിന്നെ മൂത്രമൊഴിച്ച് എന്ത് ചെയ്യുന്നതായിരിക്കും അല്ലേ? അങ്ങനെ സംശയമല്ലേ? പിന്നെ മുറിച്ചു കളയാനല്ലേ നേരം ഉണ്ടാവുള്ളൂ, കഴുകാൻ പറ്റില്ലല്ലോ. അതിന് അവരുടെ ശരീഅത്തിൽ മൂത്രം നജിസല്ല. അങ്ങനെ ആയിരിക്കാം. മൂത്രം അവർക്ക് നജിസ് വേറെ ആയിരിക്കും, പലതും ഉണ്ടാവും. അപ്പൊ ഓരോ ശരീഅത്തുകൾക്കും ഓരോ രീതികളുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത്, ആ ശരീഅത്ത് ലോകത്ത് കഴിഞ്ഞു കടന്നുപോയ എല്ലാ ശരീഅത്തിന്റെയും മുകളിലുള്ള ശരീഅത്താണ്. അത് ലോകാവസാനം വരെ നിലനിൽക്കുന്നതുമാണ്. അതിലൊരു ഭേദഗതി ആർക്കും വരുത്താൻ കഴിയുകയില്ല. എന്താ ഈ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം? ഹുക്കുമുൽ ജാഹിലിയ്യത്തിന്റെ വിപരീതമാണ് ഹുക്കുമുൽ ശരീഅ ഇസ്ലാമിയ, അതായത് ഇസ്ലാമിക ശരീഅത്ത്. ഇവിടെ നമ്മൾ അറിയേണ്ടത് ഇസ്ലാമിക ഹുക്കും എന്നല്ല പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ മദീനയിൽ പോയി കഴിഞ്ഞാൽ മദീനത്ത് മസ്ജിദ് നബവിയുടെ ആ പച്ചക്കുബയുടെ ഓപ്പോസിറ്റ് വലിയ ഒരു ബിൽഡിംഗ് ഉണ്ട്. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ഇസ്ലാമിക ശരീഅത്ത് കോടതി എന്നാണ്. ഹുക്കൂമത്ത് ശരീഅത്ത് കോടതി എന്നാണ്. ശരീഅത്ത് എന്ന പദത്തിന്റെ അർത്ഥം തെളിഞ്ഞ
വെള്ളം കോരി കുടിക്കാൻ കഴിയുന്ന തെളിഞ്ഞ ഒരു അരുവി എന്നാണ്. തെളിഞ്ഞ നല്ല കണ്ണീര് പോലെ കിടക്കുന്ന വെള്ളം കോരി കുടിക്കാൻ പറ്റുന്ന അരുവി, അതാണ് ശരീഅത്ത് എന്ന പദത്തിന്റെ അർത്ഥം. എന്നാൽ നിയമം എന്ന അർത്ഥത്തിന് വേണ്ടി, ആ പദത്തിന് വേണ്ടി ഹുക്കും എന്ന് ഉപയോഗിക്കാം, അതേപോലെ ഖാനൂൻ എന്ന് ഉപയോഗിക്കാം. ഖാനൂൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിയമങ്ങൾ. ഹുക്കും അഹ്കാം എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ. ഇത് രണ്ടും ഉപയോഗിക്കാണ്ട് ശരീഅത്ത് എന്ന് ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളം, തെളിഞ്ഞ വെള്ളം മനുഷ്യന്റെ ജീവന്റെ ആവശ്യത്തിന് വേണ്ടി ഉള്ളതാണെങ്കിൽ മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന്റെ ആവശ്യമാണ് ശരീഅത്ത്. മനുഷ്യവംശം ഇവിടെ നിലനിൽക്കാൻ നിയമം, ഈ ശരീഅത്ത് ആവശ്യമാണ്. അതുകൊണ്ടാണ് അശ്ശരീഅത്ത് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അശ്ശരീഅത്ത് അൽ ഇസ്ലാമിയ, ഇസ്ലാമിക ശരീഅത്ത് എന്നുള്ളത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, മനുഷ്യന്റെ സൗകര്യത്തിന് വേണ്ടിയല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു നിയമം ഇവിടെ ഉണ്ട് എങ്കിൽ ആ നിയമം എനിക്കും ബാധകമാണ്, നിങ്ങൾക്കും ബാധകമാണ്. ആ നിയമം നടപ്പിലാക്കുന്ന കോടതിക്കും ജഡ്ജിക്കും എല്ലാം ആ നിയമം ബാധകമാണ്. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികില് ജുഹൈന ഗോത്രത്തിലെ മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ ചർച്ച വന്നു. അവര് മോഷണം നടത്തി. മഖ്സൂം ഗോത്രത്തിൽ ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3733 നമ്പറായി രേഖപ്പെടുത്തിയ ഹദീസാണത്. ഈ മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട സ്ത്രീ മോഷണം നടത്തിയപ്പോൾ വലിയ ഫേമസ് ആയ ഗോത്രമാണ് മഖ്സൂം ഗോത്രം. ഫേമസ് ആയ ഗോത്രമാണ്. അപ്പൊ അത് മോഷണം നടത്തി എന്ന് പറഞ്ഞാൽ മോശമല്ലേ, നടക്കടല്ലേ. അപ്പൊ നബിയുടെ മുമ്പിൽ ഈ കേസ് വന്നാൽ നബി എന്ത് ചെയ്യും? ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് വിധി കൈമുറിക്കുക എന്നുള്ളത്. മുറിക്കുന്നതോടുകൂടെ നാണക്കേട് ഫ്ലാഷ് ആവൂലോ. രഹസ്യമായിട്ടല്ലല്ലോ മുറിക്കണത്, പരസ്യമായിട്ടല്ലേ മുറിക്കണത്. അപ്പൊ ഈ കേസ് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കണം എന്ന് പല പ്രമുഖരായ ആൾക്കാരും കൂടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചു. പക്ഷെ റസൂലിനോട് ആര് പോയി പറയും? അതൊരു ഇതാണ്. പല പ്രമുഖരായ നേതാക്കൾ വലിയ വലിയ സഹാബികളോടൊക്കെ പറഞ്ഞു, അവരാരും തയ്യാറായില്ല. ഒടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുണ്ടായിരുന്നു, ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ഉസാമത്ത് ബിൻ സെയ്ദ് ആരാണ്? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ഉസാമ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയോടൊപ്പം കളിച്ചു വളർന്ന, റസൂലുള്ളാഹിയുടെ മടിയിൽ കയറിയിരുന്ന് കളിച്ചു വളർന്ന ഒരു സഹാബിയാണ് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സഹാബിയും കൂടിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ മുമ്പ് ഒരു സൈനിക നടപടിക്ക് വേണ്ടിയുള്ള സൈന്യത്തെ ഒരുക്കുമ്പോൾ ആ സൈന്യത്തിന്റെ തലവനായിട്ട് റസൂൽ നിയമിച്ചത് ഉസാമയെയാണ്. പിന്നീട് റസൂലുള്ളാഹി വഫാത്തായി. ആ സൈന്യം പോകുന്നതിന് മുമ്പ് റസൂലുള്ളാഹി വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോ സഹാബികളുടെ ഇടയിൽ ചർച്ച വന്നു, ഈ ഉസാമേനെ എന്തിനാ അയക്കണത്? മുസൈലിമത്തുൽ കദാബിന്റെ നേരല്ലേ പോണത്? ഉസാമയൊക്കെ അയച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതിനേക്കാളും നല്ലത് കുറച്ചും കൂടെ ഗാംഭീര്യമുള്ള വലിയ നേതാവിനെ അയക്കലല്ലേ എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാന്റെ റസൂല് നിയമിച്ചിരിക്കുന്ന സൈന്യാധിപനെ മാറ്റാൻ ഞാൻ ആളല്ല. ഉമർ റളിയല്ലാഹു അൻഹു ഈ സൈന്യത്തിലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു സൈന്യത്തിലുണ്ട്. സൈന്യത്തിന്റെ നേതാവ് ഉസാമയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഉക്കാദ ചന്തയിൽ തന്നെ പ്രഗത്ഭനായിരിക്കുന്ന കാലഘട്ടത്തിലൊന്നും ഉസാമ ജനിച്ചിട്ടും കൂടെ ഇല്ല. ആ ഉമർ റളിയല്ലാഹു അൻഹു സൈന്യത്തിനോടൊപ്പം പോകുന്നുണ്ട് എന്നുള്ള വിവരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസാമയുടെ അരികിൽ പോയിട്ടൊരു വർത്താനം പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട ഉസാമ, അള്ളാന്റെ റസൂലിന്റെ ഹിബ്ബുൻ നബി, നബിയുടെ ഇഷ്ടക്കാരന്റെ ഇഷ്ടക്കാരനാണ്. സെയ്ദ് ബിൻ സാബിത്തിന്റെ മകനല്ലേ, ഇഷ്ടക്കാരനായ ഉസാമ. അങ്ങയുടെ സൈന്യത്തിനോടൊപ്പം ഉമർ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഈ സമയത്ത് നിങ്ങൾ ഉമറിനെ കൊണ്ടുപോയാൽ, റസൂലുള്ളാഹിയുടെ വഫാത്ത് കഴിഞ്ഞ് ഖലീഫയായി ഞാൻ ചാർജ് എടുത്തിട്ടുള്ളൂ, പല അഭ്യന്തര പ്രശ്നങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ നിങ്ങൾ ഉമറിനെ കൊണ്ടുപോയാൽ ഞാൻ തളർന്നു പോകും. എനിക്കൊരു കൈത്താങ്ങായിട്ട് ഉമറിനെ ഒന്ന് ഇവിടെ നിർത്താമോ ചോദിച്ചു.
ഖലീഫയാണ്. ഉമർ പോകണ്ടെന്ന് പറയാനുള്ള അധികാരമുള്ള ആളാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഉസാമയുടെ ജീവിതം അതാണ്. അതായത് ഉസാമ ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പോയിട്ട് ഈ വിഷയം പറയാൻ തീരുമാനിച്ചു. അദ്ദേഹം പോയി പറയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ബനി ഇസ്രായേൽ കാന ഇദാ സറക ഫീഹിമു ശരീഫു തറകൂഹു വ ഇദാ സറക ഫീഹിമു ദഈഫു ഖതഊഹു. ബനു ഇസ്രായേലുകാർക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ നല്ല മാന്യന്മാര് മോഷണം നടത്തിയാൽ അവരെ ഒഴിവാക്കും. പാവപ്പെട്ടവർ മോഷണം നടത്തിയാൽ അവരുടെ കൈ മുറിക്കും. ഇത് ബനു ഇസ്രായേലുകാർ ജൂതന്മാർ ചെയ്തിരുന്ന ഒരു സ്വഭാവമാണ്. ഇന്നുണ്ടല്ലോ. അപ്പൊ അവരുടെ ഒരു സ്വഭാവം എന്താണ്? മാന്യന്മാര് മോഷണം നടത്തിയാല്, മോഷണം നടത്തുന്ന ആൾക്കാരെ മാന്യന്മാരെന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. മാന്യന്മാര് മോഷണം നടത്തിയാല് അത് മൂടി വെക്കും. പാവപ്പെട്ടവർ മോഷണം നടത്തിയാൽ അത് വലിയ വിഷയമാക്കി എടുക്കും. നമ്മുടെ നാട്ടിലൊക്കെ അത് വളരെ വ്യക്തമാണല്ലോ. വലിയ വലിയ മോഷണത്തിന് മോഷണം എന്ന് പറയില്ലല്ലോ. വലിയ വലിയ മോഷണങ്ങളെ മോഷണം എന്നാണ് പറയാറ്. ഇല്ല, അഴിമതിന്നേ പറയുള്ളൂ. അല്ലേ? അഴിമതി നടത്തിയെന്നേ പറയുള്ളൂ. മന്ത്രി മോഷണം നടത്തിയെന്ന് പറയില്ല, മന്ത്രി അഴിമതി നടത്തിയെന്നേ പറയുള്ളൂ. അത് ഈ പറഞ്ഞ പോലെ ഈ ശബരിമലക്കൊക്കെ പോകുന്ന ആളുകള് മലമൂത്ര വിസർജനം ചെയ്ത് കഴിഞ്ഞാല് അവരുടെ വിസർജ്യ വസ്തുക്കളെ നമ്മൾ പറയണത് പോലെ കാഷ്ടമെന്നോ അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന സാധാരണ പേരുമല്ല ഉപയോഗിക്കുക. അല്ലേ? അവരുടെ വിസർജ്യ വസ്തുക്കളെ പൂസാമി എന്നാണ് പറയുന്നത്. പൂസാമി എന്നാ പറയാറ്. അത് അവിടെ പൂസാമി കിടപ്പുണ്ടെന്ന് പറയും. സ്വാമിമാര് വിസർജനം നടത്തിയാൽ അതിന് ആ പേരാ കൊടുക്കാറ്. എന്ന് പറഞ്ഞ പോലെ വലിയ വലിയ ആൾക്കാരൊക്കെ മോഷണം നടത്തി കഴിഞ്ഞാൽ അതിന് മോഷണം എന്ന് പറയില്ല, അതിന് വേറെ പേര് കൊടുക്കും. ഇപ്പോൾ നമ്മുടെ ആ ഒരു ആദിവാസി യുവാവ് വിശന്നിട്ടല്ലേ ഭക്ഷണം മോഷ്ടിച്ചത്, തച്ചൊന്നില്ല മനുഷ്യനെ, ഇല്ലേ? അത് അന്നുണ്ട് ഇന്നുണ്ട്. അതാണ് ഹുക്കുമുൽ ജാഹിലിയ്യത്ത്. ആ കാലഘട്ടത്തിലും ഇക്കാലഘട്ടത്തിലും ആ ഒരു സ്വഭാവമുണ്ട്. അപ്പൊ ഇത് ബനു ഇസ്രായേലുകാർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗകാനത്ത് ഫാത്തിമ മോഷണം നടത്തിയാൽ ലഖതഅത് യദഹ, അവളുടെ കൈ ഞാൻ മുറിക്കും. ഫാത്തിമയാന്ന് കരുതി ഞാൻ എന്ത് ചെയ്യില്ല, അവളെ വെറുതെ വിടൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരാളെപ്പോലും ഒഴിവാക്കാൻ കഴിയാത്ത തരത്തിലാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ ആ കിടപ്പുള്ളത്. ഒരാൾക്കും അതിന് ഒഴിവായി പോകാൻ കഴിയില്ല. അങ്ങനെ ഒഴിവായി പോകുമായിരുന്നുവെങ്കിൽ സൗദി അറേബ്യയിൽ സൗദികളായ ആളുകൾ അതിൽ നിന്ന് ഒഴിവാകുമായിരുന്നു. ഇപ്പൊ ഇന്നാള് ഒരു സൗദി ആണല്ലോ ഒരു ഇന്ത്യക്കാരനെ കൊല്ലുന്നത്. അതിന് സൗദി ഗവൺമെന്റ് എന്ത് ചെയ്തു? അയാൾക്ക് വധശിക്ഷ പ്രഖ്യാപിച്ചോ, നടപ്പിലാക്കി. ആ വധശിക്ഷ നടപ്പിലാക്കി ഗവൺമെന്റ്. ആർക്കും ഇസ്ലാമിക ശരീഅത്തിൽ നിന്ന് ഒഴിവായി പോകാൻ കഴിയില്ല. ഇസ്ലാം ലോകത്ത് വ്യാപിച്ചു എങ്കിൽ, എവിടെയെങ്കിലും ഇസ്ലാം വളർന്ന് പന്തലിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ ഇസ്ലാമിക ശരീഅത്ത് നടപ്പിലാക്കാനുള്ളതായ ഒരു പഴുതുണ്ട് എങ്കിൽ ആ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭയക്കേണ്ട ആൾക്കാർ തിന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. വെള്ളാപ്പള്ളി നടേശൻ പേടിക്കാനുള്ള കാരണം അതാണ്. എന്ത്? നമ്മൾ മുസ്ലിമീങ്ങൾ പെറ്റുപെരുകുന്നു. അധികം കാലം പിന്നിടുന്നതിന് മുമ്പ് ഇസ്ലാം ഇവിടെ കേരളത്തിൽ വ്യാപിക്കുകയും മുസ്ലിമീങ്ങൾ കൂടുകയും ഇവിടെ മുസ്ലിമീങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്താവുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇസ്ലാമിക ശരീഅത്ത് നടപ്പിലാക്കും. അപ്പൊ കള്ളു വാറ്റാൻ പറ്റൂല, ചാരായ കച്ചവടം നടത്താൻ പറ്റൂല, ഇമ്മാതിരി പരിപാടികളൊന്നും നടത്താൻ പറ്റില്ല. മൂപ്പർക്ക് പേടിയുണ്ട്, അതുകൊണ്ടാണ് മൂപ്പരത് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ എല്ലാവരും ഭയപ്പെടും. ഇസ്ലാം എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിന്റെ മറുപടിയാണത്. ഇസ്ലാമിക ശരീഅത്ത് വന്നാൽ ഒരു തോന്നിയാസോടെ നടത്താൻ പറ്റൂല. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത ഇസ്ലാമിക ശരീഅത്തിനുണ്ട്. ഇസ്ലാമിക ശരീഅത്തിന്റെ പ്രധാനമായ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അൽ മഖാസിദത്തുൽ ഖംസ, 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് സംരക്ഷണം കൊടുക്കലാണ്. എന്താണ് ഇസ്ലാമിക ശരീഅത്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം.
അപ്പൊ പ്രത്യേകിച്ച് ഈ വധശിക്ഷ വിഷയങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം കൂടിയാണത്. അൽ മഖാസിദത്തുൽ ഖംസ, 5 കാര്യങ്ങൾക്കുള്ള സംരക്ഷണമാണ് ഇസ്ലാമിക ശരീഅത്ത് കൊടുക്കുന്നത്. ഒന്ന് ഹിഫ്ദുൻ നഫ്സ്, ഹിഫ്ദുദ്ദീൻ, ദീനിന്റെ സംരക്ഷണം, അത് ഇസ്ലാമിക ശരീഅത്ത്. 2 ഹിഫ്ദുൻ നഫ്സ്, മനുഷ്യന്റെ സംരക്ഷണം, നമ്മളുടെ ശരീരത്തിന് എന്തെങ്കിലും മുറിവ് പറ്റുക, നമ്മളെ കൊല ചെയ്യപ്പെടുക പോലെയുള്ള കാര്യങ്ങൾക്കുള്ള സംരക്ഷണം. 3 ഹിഫ്ദുൽ മാൽ, സമ്പത്തിന്റെ സംരക്ഷണം. 4 ഹിഫ്ദുൻ നസ്ല്, കുടുംബത്തിന്റെ സംരക്ഷണം. 5 ഹിഫ്ദുൽ ഇർദ്, അഭിമാനത്തിന്റെ സംരക്ഷണം. ഈ 5 സംരക്ഷണമാണ് ഇസ്ലാമിക ശരീഅത്ത്. ഇസ്ലാമിന്റെ ഏത് ഹുക്കം എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒന്നുമായി ബന്ധപ്പെട്ടതായിരിക്കും. അത് നമ്മൾ 5ാമത് പറഞ്ഞതുണ്ടല്ലോ, അഭിമാന സംരക്ഷണം. അത് ഭയങ്കരമായിട്ടാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, ഹദീസുകൾ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത്. ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒരു പ്രവർത്തനം മറ്റൊരാളിൽ നിന്നുണ്ടായാൽ ഗൗരവത്തോടു കൂടിയാണ്. ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുറുമത്തി യൗമിക്കും ഹാദാ. ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് റസൂലുള്ളാഹി പ്രസംഗിച്ചതാണ്. വിടവാങ്ങൽ പ്രസംഗത്തിൽപ്പെട്ടതാണത്. നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ അഭിമാനം, ഇത് 3 നിങ്ങൾക്ക് പവിത്രമാണ്. ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന ഒരു വർത്തമാനം, ഒരു പ്രവൃത്തി ഉണ്ടാകാൻ പാടില്ല. സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇടുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണം, ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ എൻ്റെ ഫേസ്ബുക്കിലോ എൻ്റെ ഇൻസ്റ്റയിലോ ഞാൻ ഇട്ടിരിക്കുന്ന പോസ്റ്റുകളുടെ താഴെ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. എമ്മാതിരി ചീത്ത തന്നെ പറയണവരാ. ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ദീനല്ലാത്ത എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ദീനേ പറഞ്ഞിട്ടുള്ളൂ. ഈ ചീത്ത പറയുന്ന ആൾക്കാരാരാ അങ്ങോട്ട് മനസ്സിലാക്കണം. ഞാൻ മുമ്പ് പറഞ്ഞില്ല, ഞാൻ ഖുറാഫി ആയിരുന്ന കാലഘട്ടത്തിൽ ഖുറാഫാത്ത് ചെയ്ത് ജീവിച്ച് ഖുറാഫാത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ട് തൗഹീദ് അനുസരിച്ച് ജീവിച്ചു. പക്ഷേ ഒരു ഖുറാഫിയും എൻ്റെ കുടുംബത്തിനെയോ എൻ്റെ മാതാപിതാക്കളെയോ എന്നെയോ അടച്ച് ചീത്ത പറഞ്ഞിട്ടില്ല, വൃത്തികേടുകൾ പറഞ്ഞിട്ടില്ല, ഒരു ഖുറാഫിയും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും അവർക്ക് എന്നോട് റെസ്പെക്റ്റാണ്. എൻ്റെ പൂർവ്വകാല സുഹൃത്തുക്കളുമായിട്ടൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊന്ന് സംഗമിച്ചപ്പോൾ അവരെല്ലാ ആദർശക്കാരും ഉണ്ട്, എല്ലാ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ ഞാൻ കുറച്ച് ലേറ്റായി ചെല്ലാൻ. ഒരു 10-40 പേരടങ്ങുന്ന ഒരു സംഘമാണ്. ഞാൻ കുറച്ച് ലേറ്റായി അവിടെ ചെല്ലാൻ. അപ്പോൾ എല്ലാവരും ആ സദസ്സിലിരിക്കുകയാണ്. ഞാൻ കയറി ചെന്ന ഉടനെ എല്ലാവരും കൊണ്ട് എഴുന്നേറ്റു. വലിയ വലിയ പണ്ഡിതന്മാരാണ്, ബാക്കവിമാരും ഫൈസിമാരും കാസിമിമാരും ഒക്കെ അടങ്ങുന്ന വലിയ പണ്ഡിതന്മാരാ. എല്ലാവരും എഴുന്നേറ്റ്. കാരണം ഉസ്താദ് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത ഉസ്താദിന്റെ ശിഷ്യനാണ് ഞാൻ. എല്ലാവർക്കും ഇഷ്ടമാണ്. അവരാരും എന്നെ ചീത്ത പറയോ തെറി പറയോ ഒന്നും ചെയ്യാറില്ല. പക്ഷെ നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് 2012 പുറത്താക്കപ്പെട്ട വിഭാഗം എൻ്റെ വാപ്പാനെയും എൻ്റെ ഉമ്മാനെയും എൻ്റെ തറവാടും എൻ്റെ കുടുംബവും എൻ്റെ വ്യക്തിത്വവും പേരും ചീത്തയും. നമ്മൾ മനസ്സിലാക്കേണ്ടത് തൗഹീദ് ഉണ്ടായാൽ സംസ്കാരം ഉണ്ടായി എന്നാണ് അതിനർത്ഥം. സംസ്കാരമില്ലാത്തവൻ തൗഹീദിന്റെ ആളാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അവന്റെ തൗഹീദിനാണ് തകരാറ്. തൗഹീദിൽ തകരാറുള്ളവർക്ക് സംസ്കാരമില്ലാതെ സംസാരിക്കാൻ കഴിയുള്ളൂ. എന്തോ ആകട്ടെ. അപ്പൊ 5 കാര്യങ്ങൾക്കുള്ള സംരക്ഷണമാണ് ഇസ്ലാമിക ശരീഅത്ത് കൊടുക്കുന്നത്. ആ 5 കാര്യങ്ങളും ഇനി ബാക്കി ഇസ്ലാമിക ശിക്ഷാ നടപടികളുടെ പ്രത്യേകതകളും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിലെ വിധിയൊക്കെ നമുക്ക് പറയാനുണ്ട്. നമുക്ക് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അത് വിശദീകരിക്കാൻ സമയം ഒരുപാട് വൈകും. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചത്, അതായത് സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹമോചനം നടത്തി. അതിനുശേഷം അദ്ദേഹം വിവാഹം കഴിക്കുന്നത് ഉമ്മു ഐമനെയാണ്. അതിലുണ്ടായ കുട്ടിയാണ് ഉസാമ. ഉമ്മു ഐമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനന്തരമായി കിട്ടിയ, വാപ്പയിൽ നിന്ന് അനന്തരമായി കിട്ടിയ അടിമയാണ്. വാപ്പയിൽ നിന്ന് അനന്തരമായി കിട്ടിയ അടിമയാണ്, അടിമപ്പെണ്ണാണ് ഉമ്മു ഐമൻ. അന്ന് ചെറുതായിരുന്നു, പിന്നെ വളർന്നു വലുതായി. ഉമ്മു ഐമനെയാണ് പിന്നീട് വിവാഹം കഴിക്കുന്നത്. അപ്പോ
ഇൻഷാ അല്ലാഹ് നമുക്ക് നിർത്താം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.